പ്രവർത്തിക്കുന്ന ദൈവം. നിന്റെ ഭാരങ്ങളിൽ ദൈവം ഇറങ്ങി വന്ന് നിന്നെ ആശ്വസിപ്പിക്കുന്ന ദൈവമുണ്ട്. കഴിഞ്ഞ നാളുകൾ നടത്തിയ വിധങ്ങൾ 90-ാം നമ്മുടെ നവതിയുടെ വർഷത്തിലേക്ക് കടക്കുവാൻ പോകുകയാണ്. കഴിഞ്ഞതായ വർഷങ്ങളിലൊക്കെ നമ്മൾ നടത്തിയ ദൈവമുണ്ട്. എന്നാൽ ഇന്ന് രാത്രികാലം അറിയണം, നാം പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം ചായ്ച്ചിറങ്ങി വന്ന് ആ വ്യക്തിയുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവം ജീവനുള്ള ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. പഞ്ചാബിന്റെ പ്രദേശത്ത് ഞങ്ങൾ കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. അന്യജാതികളുടെ മധ്യത്തിൽ, അന്യഭാഷക്കാരുടെ മധ്യത്തിൽ ഞങ്ങൾ പ്രവർത്തിക്കുമ്പോൾ തണുപ്പിൻ്റെതായ 6 മാസം, ചൂടിൻ്റെതായ 6 മാസം ഇത് തരണം ചെയ്ത് ഞങ്ങളവിടെ ജീവിക്കുമ്പോൾ ഞങ്ങൾക്കൊന്നറിയാം, സ്വർഗത്തിലെ ദൈവം വേലയ്ക്ക് വിളിച്ചവൻ അന്യദേശത്താണെങ്കിലും അന്യ ആൾക്കാരുടെ മധ്യത്തിലാണെങ്കിലും ഞങ്ങളെ പരിപാലിച്ച് ഞങ്ങളുടെ വിഷയങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമുണ്ട്. ആ ദൈവത്തെയാണ് രാത്രികാലം നമ്മൾ ഉയർത്തുന്നത്. പ്രൈസ് ദി ലോർഡ്. അവൻ വേഗം വരുന്ന ദൈവമാണ്. അവിടെ എഴുതിയിരിക്കുന്ന വാക്യങ്ങൾ, അവരെത്ര ശക്തന്മാരായിരുന്നാലും, ലഹു പ്രവചനം 1-ാം അധ്യായം 12-ാം വാക്യം, അവരെത്ര ശക്തന്മാരായിരുന്നാലും, അവർ എത്ര മല്ലന്മാരായിരുന്നാലും അങ്ങനെ തന്നെ ഛേദിക്കപ്പെടും. ഇന്ന് പ്രാർത്ഥിക്കുന്ന ദൈവവൈതലേ, നിന്റെ മുമ്പിൽ എത്ര ശക്തന്മാർ നിന്നുകൊള്ളട്ടെ, നിന്റെ മുമ്പിൽ എത്ര മല്ലന്മാർ നിന്നുകൊള്ളട്ടെ, അവർ അങ്ങനെ തന്നെ ഛേദിക്കപ്പെടും. നീ ഉപവസിക്കുകയാണ്, നീ പ്രാർത്ഥിക്കുകയാണ്, നീ ദൈവസന്നിധിയിൽ കണ്ണുനീർ ഒഴുക്കുകയാണ്, നീ ദൈവസന്നിധിയിൽ നിന്റെ നെടുവീർപ്പിടുകയാണ്. അടുത്തിരിക്കുന്നവർ കാണുന്നില്ല നിന്റെ ഹൃദയത്തിന്റെ വേദന, അടുത്തിരിക്കുന്നവർ കാണുന്നില്ല നിന്റെ നെടുവീർപ്പ്. എന്നാൽ ഇന്ന് രാത്രികാലം കാണുന്ന ഒരു ദൈവസന്നിധിയിലാണ് ഇരിക്കുന്നതും ആ കാണുന്ന ദൈവം നിന്റെ മധ്യത്തിലുമുണ്ട്. ആ ദൈവം വേഗം വരുന്ന ദൈവമാണ്. താഴത്തെ ഭാഗം എഴുതിയിരിക്കുന്നു, അവൻ നിന്നെ താഴ്ത്തിയെങ്കിലും ഇനി നിന്നെ ഉയർത്തുന്ന ദൈവമാ, ഇനി നിന്നെ ഉയർത്തുന്ന ദൈവമാ, ഇനി നിന്നെ ഉയർത്തുന്ന ദൈവമാ. ആ ഉയർച്ചയുടെ ദൈവത്തെ നമുക്ക് സ്തുതിപ്പാൻ ഇടയാകട്ടെ. ആ ഉയർത്തുന്ന ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്തുവാൻ ഇടയാകട്ടെ. അനുഗ്രഹിക്കുന്ന ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്തുവാൻ ഇടയാകട്ടെ. സകലരും വെറുത്തതായ യോസേപ്പിനെ പൊട്ടക്കടൽ എടുത്തിട്ടു. ഹല്ലേലൂയ. ഇസ്മായേലിന്റെ കച്ചവടക്കാരുടെ കയ്യിൽ ചെന്നു, പോത്തിഫറിന്റെ ഭവനത്തിൽ ചെന്നു, കാരാഗ്രഹത്തിൽ ചെന്നു. എന്നാൽ ദൈവം ഉയർത്തുന്ന ദൈവമാ. ദൈവം വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈവം നിന്നോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവൻ നിന്നെ ഉയർത്തുന്ന ദൈവമാ. അവൻ നിന്നെ താഴ്ത്തിയെങ്കിൽ അവൻ നിന്നെ ഉയർത്തും. പ്രൈസ് ദി ലോർഡ്. രാത്രികാലം ഉയർത്തുന്ന ദൈവകരങ്ങളിലേക്ക് നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം. ആ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മുടെ വിഷയങ്ങൾ സമർപ്പിക്കാം. ഇവിടുന്ന് എഴുന്നേറ്റ് പോകുന്നതിന് മുൻപായി, 7 ദിവസം കഴിയുന്നതിന് മുൻപായി ദൈവത്തിന്റെ മറുപടി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ ഇടയാകട്ടെ. അത് നമ്മുടെ നടക്കുവാൻ പോകുന്ന കൺവെൻഷനിൽ വെളിപ്പെടുവാൻ ഇടയാകട്ടെ. പ്രസംഗിക്കുന്നവരുടെ മധ്യത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ ഇടയാകട്ടെ. രാത്രികാലം ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ലഭിച്ചതായ സമയത്തിൽ തന്നെ ഇരിക്കുന്നു. ദൈവം നമ്മൾ ധാരാളമായി അനുഗ്രഹിക്കും. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേദിയിലും എൻ്റെ മുന്നിലുമായിരിക്കുന്ന ശ്രേഷ്ഠന്മാരായ ദിവ്യദാസന്മാർ, ദൈവജനത്തിന് വേഗം വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഇന്ന് രാത്രി ഈ വേദിയിൽ ഇവിടെ നിൽപ്പാൻ സർവകൃപാലുവായ ദൈവം എനിക്ക് തന്ന അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. എൻ്റെ പേര് ഐസക് മത്തായി. ഞങ്ങൾ കുടുംബമായിട്ട് ജാർഖണ്ഡിൽ, ഒരു പക്ഷേ ജാർഖണ്ഡ് എന്ന് പറയുന്ന ഒരു പുതിയ സ്ഥലം, സ്റ്റേറ്റ്, ഇതിൽ ചിലരൊക്കെ കേട്ടുകാണുകയില്ല. എന്നാൽ ആദിവാസികളെ കൊണ്ട് നിറഞ്ഞതായ ആ ദേശത്ത്, മലകളും താഴ്വരകളും കൊണ്ട് നിറഞ്ഞതായ ദേശത്ത്, മാവോയിസ്റ്റിൻ്റെ ഇടയിലാണ് ഞങ്ങൾ കർത്താവിൻ്റെ മഹത്വമുള്ള വേലയിലായിരിക്കുന്നത്. കഴിഞ്ഞ നീണ്ട വർഷങ്ങൾ ആ പ്രദേശങ്ങളിൽ ഞങ്ങൾക്ക് കർത്താവിൻ്റെ വേലയുള്ള ബന്ധത്തിലായിരിക്കാൻ ദൈവമായ കർത്താവ് സഹായിച്ചു. ഇന്ന് IPCക്ക് അനവധി സഭകൾ ആ മലയോരങ്ങളിൽ, കാട്ടുപ്രദേശങ്ങളിൽ ദൈവം തന്നിരിക്കുന്നു. അവരോടൊരുമിച്ച് പ്രവർത്തിപ്പാൻ ദൈവമായ കർത്താവ് കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഞാനിത് പറഞ്ഞതിൻ്റെ താല്പര്യം നിങ്ങൾ ജാർഖണ്ഡിനെ ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് ഓർപ്പിക്കുവാൻ വേണ്ടി മാത്രമാണ്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച ആ ഒരു ദൈവവചനം ഞാൻ വായിപ്പാൻ ആഗ്രഹിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 20 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചാട്ടെ. മത്തായി എഴുതിയ സുവിശേഷം 21-ാം അധ്യായം അതിൻ്റെ 20 മുതലുള്ള വാക്യങ്ങൾ.
ഇവിടെ മത്തായി എഴുതിയ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം മുതലാണ് വായിച്ചത്. ഇവിടെ യേശു കർത്താവ് ചെയ്ത ഒരു അത്ഭുതത്തെക്കുറിച്ച് ഇവിടെ കാണുവാൻ തക്കണം ഇടയാകുന്നുണ്ട്. അത്തിയെ ശപിച്ചതായും അത്തി വേഗത്തിൽ ഉണങ്ങിപ്പോയതായും ഇവിടെ വായിക്കുന്നുണ്ട്. ഇവിടെ അത്തി ഉണങ്ങിപ്പോയി എന്നുള്ളതല്ല എൻ്റെ വിഷയം. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. എന്നാൽ സംഭവിച്ചത് കണ്ടപ്പോൾ ശിഷ്യന്മാർ ആശ്ചര്യപ്പെടുവാൻ തക്കണമിടയായി. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് യേശു കർത്താവിനോട് അവർ ചോദിച്ചപ്പോൾ യേശു കർത്താവ് പറഞ്ഞ മറുപടിയാണ് ഇന്ന് രാത്രി എന്നെ ചിന്തിപ്പിച്ചത്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ഈ അത്തിയോട് ചെയ്തതിലപ്പുറമായിട്ട് നിങ്ങൾക്കും ചെയ്യുവാൻ കഴിയും. ദൈവത്തെ ചെയ്യുവാൻ കഴിയും. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഒരു വാക്ക് കൂടെ യേശു കർത്താവ് അവിടെ കൂട്ടിച്ചേർക്കുവാൻ തക്കണം ഇടയായി. ഈ മലയോട് നിങ്ങൾ കൽപ്പിച്ചാൽ അത് ആ സ്ഥാനം വിട്ട് അത് മാറിപ്പോകുവാൻ തക്കണം ഇടയാകും. ഇന്ന് രാത്രി ദൈവജനത്തോട് ദൈവാത്മാവിന് പറയുവാനുള്ളത്, ദൈവത്തിന് സ്തോത്രം, പർവ്വത സമാനമായ പ്രശ്നങ്ങളുടെ നടുവിലായിരിക്കുന്ന ദൈവജനത്തോട് ദൈവാത്മാവ് ഓർപ്പിക്കുന്നത്, ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം, നിങ്ങൾ വിശ്വാസമുള്ളവരായി ദൈവത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ മല പോലുള്ളതായ പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ നിങ്ങളുടെ നടുവിൽ ഉണ്ടായെങ്കിൽ ദൈവത്തിന് സ്തോത്രം, അത് വിശ്വാസത്തോടെ ഇന്ന് രാത്രി കൽപ്പിക്കുവാൻ നാം ഏൽപ്പിച്ചു കൊടുത്താൽ ഈ 2014 ദൈവജനത്തിന് മുൻപായി നിൽക്കുന്ന, ദൈവസഭയ്ക്ക് മുൻപായി നിൽക്കുന്ന, ദൈവിക പ്രവർത്തനങ്ങൾക്ക് എതിരായി നിൽക്കുന്ന സകല മലകളും മാറിപ്പോകുവാൻ തക്കണമിടയാകും. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. യെശയ്യാ പ്രവചനം 43-ാം അധ്യായം അതിന്റെ 19-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം, ഇതാ ഞാൻ പുതുത് ആയി ഒന്ന് ചെയ്യുവാൻ പോകുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അതിന്റെ മേൽഭാഗത്ത് നാം വായിക്കുമ്പോൾ, മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ കുറിച്ച് നിങ്ങൾ ഭാരപ്പെടേണ്ട, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുവാൻ പോകുന്നു. ഇന്ന് രാത്രി ഈ ഉപവാസ പ്രാർത്ഥനയിൽ, ഈ 2-ാം രാത്രിയിൽ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, ദൈവത്തിന്റെ ജനമേ, നിങ്ങളൊരു പക്ഷേ പലവിധമാകുന്ന പ്രതികൂലങ്ങളിൽ കൂടെ കടന്നു പോകുന്നവരായിരിക്കാം. പല പ്രയാസങ്ങൾ കൂടെ നിങ്ങൾ കടന്നു പോകുന്നവരായിരിക്കും. രോഗങ്ങൾ, ദുഃഖങ്ങൾ, ഭാരങ്ങൾ, പ്രതികൂലങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടായിരിക്കാം. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നത്, പണ്ട് വന്നതായ അല്ലെങ്കിൽ ഇന്നലെ സംഭവിച്ചതായ പരാജയങ്ങളെ കുറിച്ച് ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നത്, അവനൊന്ന് പുതിയത് ചെയ്യുവാൻ പോകുകയാണ്. വിശ്വാസമുള്ളവരായിരിക്കുന്നുവെങ്കിൽ നമ്മുടെ മുന്നിലുള്ളതായ മലകളോട് ഇന്ന് രാത്രി നീങ്ങിപ്പോകുവാൻ കൽപ്പിക്കുന്നുവെങ്കിൽ ദൈവത്തിന് സ്തോത്രം, യേശു കർത്താവ് പറഞ്ഞു, ഞാൻ ചെയ്തതിലും അധികമായി നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയും. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 12-ാം വാക്യത്തിൽ യേശു ഇങ്ങനെ പറഞ്ഞു, ദൈവത്തിന് സ്തോത്രം, ഞാൻ എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്തതിലും അധികമായി ചെയ്യുവാൻ തക്കൊണ്ട് കഴിയും. ഇന്ന് രാത്രി പ്രിയമുള്ളവരെ, ദൈവം നമ്മെ വിളിച്ചുവെങ്കിൽ, ദൈവം നമ്മെ ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവമക്കളാക്കി തീർത്തിരിക്കുന്നുവെങ്കിൽ, ദൈവനാമത്തിന് വേണ്ടി നിലകൊള്ളുവാൻ നമ്മെ എവിടെയാക്കിയാലും അവിടെ ദൈവത്തിന് വേണ്ടി നിലകൊള്ളുവാൻ നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ, ദൈവത്തിന്റെ സ്തോത്രം, പ്രതികൂലങ്ങൾ എത്ര വർദ്ധിച്ചാലും ദൈവം നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഞാൻ ഓർപ്പിച്ചല്ലോ, നക്സലൈറ്റ്സിന്റെ ഇടയിലാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. എപ്പോഴും ഞങ്ങൾ കടന്നു പോകുമ്പോൾ അവർ ഇരു സൈഡുകളിലായിട്ട് മറ്റ് പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും ഗവൺമെന്റ് അധികാരികളെയും തപ്പി അങ്ങനെ കാത്തിരിക്കുന്നതായ ജനത്തിന്റെ ഇടയിൽ കൂടെ ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഏത് സമയവും അപകടം സംഭവിക്കാം. എന്നാൽ ഞാൻ പറയട്ടെ, കർത്താവ് അയച്ചുവെങ്കിൽ, കർത്താവ് ആക്കിയിരിക്കുന്നുവെങ്കിൽ എന്റെ തലയിൽ ഒരു മുടി പോലും കൊഴിയുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലെ, നിന്റെ ജീവിതത്തിലുള്ള ഭാരങ്ങൾ മാറട്ടെ, വേദനകൾ മാറട്ടെ. നീ ദൈവത്തിൽ വിശ്വസിച്ചാൽ മാത്രം മതി. അവൻ അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാ. ഇന്നും അവൻ വീര്യം പ്രവർത്തിക്കുന്ന ദൈവം മാത്രമല്ല, 2014 ആരംഭ ദിവസം മുതൽ ദൈവാത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്, ദൈവാത്മാവ് കർത്തൃദാസന്മാർ കൂടെ ഓർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതാ ഇന്ന് വരെയും സംഭവിച്ചിട്ടില്ലാത്തത്, ഇന്ന് വരെയും ദൈവജനത്തിന്റെ ഇടയിൽ സംഭവിച്ചിട്ടില്ലാത്തത് ദൈവം ഒന്ന് ചെയ്യുവാൻ പോകുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രി മുമ്പുള്ളവയെ കുറിച്ച് ഓർത്ത്, കഴിഞ്ഞ നാളുകളിൽ പരാജയത്തെ കുറിച്ച് ഓർത്ത്, കഴിഞ്ഞ നാളുകളിൽ നാം പ്രാർത്ഥിച്ചതിന്റെ വിഷയത്തിൽ മറുപടി ലഭിച്ചില്ല എന്ന് നിരാശപ്പെട്ട് ഇരിക്കേണ്ട കാര്യമില്ല. ഇതാ കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യുവാൻ പോകുന്നു. ഇതാ ഞാനൊരു പുതുത് ചെയ്യുവാൻ പോകുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഇന്ന് രാത്രി അവൻ നമ്മുടെ മേൽ അവന്റെ അഭിഷേകത്തെ പകർന്നിട്ടുണ്ട്.
യെശയ്യാ പ്രവചനം 10-ാം അധ്യായം 27-ാം വാക്യത്തിൽ വായിക്കുന്നത്, പുഷ്ടി നിമിത്തം അവന്റെ മുഖം തകർന്നു പോകും. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഇന്ന് രാത്രി നീ ദുഷ്ടനായവൻ നിന്റെ മേൽ മുഖം വെച്ചിട്ടുണ്ടെങ്കിൽ, രോഗത്തിന്റെ മുഖം വെച്ചിട്ടുണ്ടെങ്കിൽ, കടഭാരത്തിന്റെ മുഖം വെച്ചിട്ടുണ്ടെങ്കിൽ, ദൈവത്തിന് സ്തോത്രം, ശത്രുവിൻ്റെതായ എല്ലാ തീയമ്പുകളെയും കെടുത്തിക്കൊണ്ട് ഇന്ന് രാത്രി ജയം തരുവാൻ എന്റെ ദൈവം വിശ്വസ്തന. കാരണം നിന്റെ മേലൊരു അഭിഷേകം ദൈവം പകർന്നിട്ടുണ്ട്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ദൈവനാമത്തിന് വേണ്ടി നിലകൊള്ളുന്ന ദൈവത്തിന്റെ പൈതലെ, ഇന്ന് രാത്രി നീ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. ദൈവത്തിന്റെ സ്തോത്രം. ദൈവത്തിൽ വിശ്വസിച്ചാൽ അത്ഭുതങ്ങളെ കാണുവാൻ തക്കമിടയാകും. കർത്താവ് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ഞാൻ ചെയ്തതിലും അധികം നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയും. നിങ്ങളുടെ മുന്നിലുള്ളതായ മലയോട് ഒന്ന് കൽപ്പിച്ചാൽ മാത്രം മതി, അത് നീങ്ങിപ്പോകുവാൻ തക്കമിടയാകും. കർത്താവ് താഴോട്ട് വരുമ്പോൾ പറയുന്നത്, 21-ാം വാക്യത്തിൽ പറയുന്നത്, നിങ്ങൾ വിശ്വാസമുള്ളവരായിരിക്കണം. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. നമ്മുടെ വിശ്വാസത്തെ ചോർത്തിക്കളയുന്നതായ, നമ്മുടെ വിശ്വാസത്തെ നിർബലപ്പെടുത്തുന്നതായ എല്ലാ വിഷയങ്ങളിൽ നിന്നും വേർപെട്ട് ദൈവസന്നിധിയിൽ നാം കാത്തിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ശക്തനായ ദൈവം നമ്മുടെ നടുവിലുണ്ട്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഇന്ന് പകൽക്കാലം, ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വ്യാപരിക്കുന്നുണ്ട്. ഇന്ന് രാത്രി ഇവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ദുഷ്ടന്റെ മുഖം ഇന്ന് രാത്രി തകർന്നു പോകുവാൻ തക്കമിടയാകും. ദൈവത്തിന്റെ സ്തോത്രം. നാം പരാജയപ്പെടുവാനല്ല ദൈവം നമ്മെ വിളിച്ചത്, നമ്മെ ജയാളികളാക്കി തീർക്കുവാൻ. ദൈവത്തിന്റെ സ്തോത്രം. ദൈവത്തിന് വേണ്ടി മല്ലന്മാരായി തീരുവാൻ ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ചു. ദൈവത്തിന്റെ സ്തോത്രം. അനവധി പ്രതികൂലങ്ങളുടെ നടുവിലാണ് ഞങ്ങൾ ജാർഖണ്ഡിലായിരിക്കുന്നത്. ഏത് സമയവും എന്തും സംഭവിക്കാമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ്. എന്നാൽ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. എന്റെ കർത്താവ് ചെയ്ത വാഗ്ദത്തമുണ്ട്, അവൻ അറിയാതെ എന്റെ തലയിൽ ഈ ഒരു മുടി പോലും കൊഴിഞ്ഞു പോകുകയില്ല. ഇന്ന് രാത്രി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. കർത്താവിൽ ആശ്രയിക്കുന്ന, കർത്താവിൽ വിശ്വസിക്കുന്ന, ദൈവനാമത്തിന് വേണ്ടി വിശ്വസ്തയോടെ നിലകൊള്ളുന്ന ദൈവത്തിന്റെ പൈതലെ, ഇന്ന് രാത്രി ഞാൻ ദൈവാത്മാവിൽ പറയട്ടെ, നിന്റെ ഭാരങ്ങൾ മാറട്ടെ, നിന്റെ വേദനകൾ മാറട്ടെ. ദൈവത്തിൽ വിശ്വസിച്ചാൽ മാത്രം മതി. അവൻ ഇതാ പുതിയതൊന്ന് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുവാൻ പോകുന്നു. അതിനായി നമുക്ക് നമ്മെ തന്നെ പ്രതീക്ഷിക്കാം. ഈ 2014 ദൈവത്തിന്റെ സ്തോത്രം, ഈ 90-ാം ആണ്ട് കൺവെൻഷനിൽ ഒരു വലിയ പ്രവൃത്തി ദൈവം ചെയ്യുവാനായിട്ട് ഇന്ന് വരെയും കണ്ടിട്ടില്ലാത്തതായ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും നമ്മുടെ കണ്ണുകൊണ്ട് കാണുവാനും അത് അനുഭവിപ്പാനും സ്വർഗത്തിലെ ദൈവം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഇവിടെ ചുരുക്കുന്നു. ദൈവമായ കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അനുഗ്രഹീതമായ സന്ദേശങ്ങൾ ലഭിച്ചതായ സമയത്തിനുള്ളിൽ കർത്തൃദാസന്മാർ ഇവിടെ വ്യക്തമായി അറിയിപ്പാനും നമുക്ക് അനുഗ്രഹം പ്രാപിപ്പാനിടയായി. എന്നാൽ സ്തുതി സ്തോത്രങ്ങളൊക്കെ നമ്മുടെ ഈ ദൈവമക്കൾ ഒന്നിച്ചുകൂടി വന്നിരിക്കുന്നിടത്ത് ഉയരേണ്ടത് ആവശ്യമാണ്. വചനത്തിൽ സന്തോഷിക്കുക, വചനത്തിൽ ദൈവത്തെ സ്തുതിക്കുക. നമ്മൾ ദൈവവചനത്തിൽ കൂടെ ദൈവവചനം ശ്രദ്ധിക്കുമ്പോൾ, അനുഗ്രഹീതമായ ആലോചനകൾ ലഭിക്കുമ്പോൾ, കർത്താവിനെ ഉയർത്തത്തക്കവണ്ണം, ദൈവത്തെ സ്തുതിക്കത്തക്കവണ്ണം നമ്മുടെ വായ തുറക്കുവാൻ സ്വർഗം നമുക്കിടയാക്കുമാറാകട്ടെ. കർത്തൃദാസന്മാരെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. തുറന്ന് ദൈവവചനം സംസാരിപ്പാൻ തക്കവണ്ണം പാസ്റ്റർ ചാക്കോ ദേവസ്യ പാലക്കാട്, ആ കർത്തൃദാസൻ മുൻപോട്ട് വരുന്നതിന് മുമ്പായിട്ട് ഒരു ഹിന്ദി സോങ് പാടുവാൻ ഇവിടെ പ്രോഗ്രാമിലുണ്ട്. അവർ മുൻപോട്ട് വന്ന് അവർ പാടുകയും അതിനുശേഷമായി കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ചാക്കോ ദേവസ്യ പാലക്കാട് കർത്തൃദാസൻ ശുശ്രൂഷിക്കുന്നതുമായിരിക്കും. हेलो, आप सबों को हमारे ओर से जय मसीह की, प्रेज द लॉर्ड। हम लोग एक सादरी गाना को गाने वाले हैं और उसके द्वारा परमेश्वर की महिमा करेंगे। यीशु में जे रहेला शोभे दिनारे आनंद मना, यीशु में जे रहेला शोभे दिनारे आनंद मना। जहाँ जहाँ जाएला वहाँ होकर परिचय शोभे के देवेला प्यार। जहाँ जहाँ जाएला वहाँ होकर परिचय शोभे के देवेला
शोभे दिनारे आनंद माना वचन में जे रहेला शोभे दिनारे आनंद माना जहाँ जहाँ जाएला वहाँ होकर परिचय शोभे के देवेला प्यार जहाँ जहाँ जाएला वहाँ होकर परिचय शोभे के देवेला प्यार प्रार्थना में से रहेला शोभे दिनारे आनंद माना प्रार्थना में से रहेला शोभे दिनारे आनंद माना जहाँ जहाँ जाएला वहाँ होकर परिचय शोभे के देवेला प्यार जहाँ जहाँ जाएला वहाँ होकर परिचय शोभे के देवेला प्यार संगति में से रहेला शोभे दिनारे आनंद माना संगति में से रहेला शोभे दिनारे आनंद माना जहाँ जहाँ जाएला वहाँ होकर परिचय शोभे के देवेला प्यार जहाँ जहाँ जाएला वहाँ होकर परिचय शोभे के देवेला प्यार शोभे के देवेला प्यार प्रेज द लॉर्ड हालेलुया അവരെ റാഞ്ചിയിൽ നിന്ന് വന്ന സഹോദരന്മാരാണ്. അവരെ ഓർത്ത് നമുക്ക് ഒന്നുകൂടെ ദൈവത്തെ സ്തുതിക്കാം. പ്രൈസ് ഗോഡ്. ദൈവം അവരെ അനുഗ്രഹിക്കുമാറാണ്. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ചാക്കോ ദേവസ്യ പാലക്കാട് കർത്തദാസൻ ദൈവം സംസാരിക്കും. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതായി നല്ല രാത്രി വേളയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. വേദിയിൽ ഉപേക്ഷിതായിരിക്കുന്ന നമ്മുടെ പ്രസ്ഥാനത്തിന് ചുമടെടുക്കുന്ന കർത്തദാസന്മാരെ ഓർത്ത ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ കർത്തദാസന്മാരെയും കടന്നു വന്നിരിക്കുന്ന വാത്സല്യ സഹോദരി സഹോദരന്മാർക്ക് വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ എൻ്റെ സ്നേഹത്തെ അറിയിക്കുന്നു. 90ാമത് കൺവെൻഷൻ നടക്കുന്ന ഈ ദിവസങ്ങളിൽ നടക്കുന്ന ഉപവാസ പ്രാർത്ഥന എനിക്കും വന്ന് പങ്കെടുക്കുവാൻ ഇടയായതിൽ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഈ ദിവസങ്ങളിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ വലിയ ചെയ്യുവാൻ പോവുകയാണ്. ഞാനത് വിശ്വസിക്കുന്ന ദൈവമക്കൾ ദൈവത്തെ സ്തുതിച്ചാട്ടെ. സംഭവബഹുലം ആ ഒരു വർഷക്കാലം നമ്മളെ വിട്ട് കടന്നുപോയി. 2013 ആരംഭം കണ്ട് അനേകർ അവസാനം കാണാതെ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ നമുക്കൊരു വർഷം കൂടെ കർത്താവ് ദാനമായി നൽകി. ഈ പുതുവർഷത്തിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം വലിയ ചെയ്യുവാൻ നമുക്ക് പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ പാദപടിയായിരിക്കാം. ഈ ദിവസങ്ങളിൽ കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഏക പ്രത്യാശ എന്ന് പറയുന്നത് നമ്മുടെ കർത്താവിൻ്റെ മടങ്ങി വരവും നമ്മുടെ നിത്യതയുമാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ദൈവജനത്തിന് നടുവിൽ കുറഞ്ഞത് 3 കാര്യങ്ങളെങ്കിലും നടന്നിരിക്കണം. 1 ആത്മീയമായ വിടുതൽ, 2 ശാരീരികമായ വിടുതൽ, 3 മാനസികമായ വിടുതൽ. ശാരീരികമായി നീ രോഗിയായി കടന്നു വന്നെങ്കിൽ രോഗം സൗഖ്യം പ്രാപിച്ച് ഇന്ന് രാത്രികാലം ഭവനത്തിലേക്ക് നീ മടങ്ങിപ്പോകണം. ആത്മീയമായി ക്ഷീണിച്ചായിരിക്കുന്നെങ്കിൽ ഈ ദിവസങ്ങളിലെ ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ നീ ആത്മീയമായി ബലം പ്രാപിച്ചു വേണം നിന്റെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോകുവാൻ. ഈ ദിവസങ്ങളിൽ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവം ഞാനത് വിശ്വസിക്കുന്നു. നമ്മുടെ പിതാക്കന്മാരൊക്കെ കഷ്ടതയുടെയും വേദനയുടെയും ഭാരങ്ങളുടെയും നടുവിൽ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ച് അതിൻ്റെ നന്മയാണ് തലമുറകളായ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. സന്തോഷമുള്ള ദൈവമക്കൾ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ട നാളുകളിലൊക്കെ ദൈവവചനം കേൾക്കുന്ന വളരെ സന്തോഷമായിരുന്നു. പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ മന്ന കൊത്തമ്പാലിന് പോലെയും തേൻകൂട്ടിയ ദോശയ്ക്കൊത്ത രുചിയുള്ളതുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. മന്ന ദൈവവചനത്തിന് സാദൃശ്യമായി നിൽക്കുമ്പോൾ രക്ഷിക്കപ്പെട്ട കാലങ്ങളിലൊക്കെ ആദ്യമുള്ള കാലങ്ങളിലൊക്കെ ദൈവവചനം കേൾക്കുന്നത് ഉപവസിക്കുന്ന പ്രാർത്ഥിക്കുന്ന വലിയ ഉത്സവത്തിൻ്റെ പ്രതീതിയായിരുന്നു. എന്നാൽ കാലങ്ങൾ മുൻപോട്ട് പോയപ്പോൾ സംഖ്യാപുസ്തകത്തിലേക്ക് സമയമില്ലാത്തതുകൊണ്ട് വാക്യങ്ങൾ ഞാൻ വായിക്കുന്നില്ല. സംഖ്യാപുസ്തകത്തിലേക്ക് മടങ്ങി വരുമ്പോൾ കൊത്തമ്പാലി പോലുള്ളതായ മന്ന ഗുലുഗുലുവിൻ്റെ നിറവും അത് പെറുക്കി ഉരയിൽ പൊടിച്ച് എണ്ണ ചേർത്തെങ്കിൽ മാത്രമേ ആ മന്നയ്ക്ക് രുചിയുണ്ടാകുന്നുള്ളൂ. അത് വിശ്വാസത്തിൽ കുറച്ചുകൂടെ തഴക്കവും പഴക്കവും ഒക്കെ വന്നപ്പോൾ മന്നയുടെ അവസ്ഥ അങ്ങനെയായി. 21-ാം അധ്യായത്തിൽ 5-ാം വാക്യം വായിക്കുമ്പോൾ
ആ മന്ന തന്നെ പറയുന്നു, ഈ സാരമില്ലാത്ത ആഹാരം ഞങ്ങൾക്ക് വെറുപ്പാകുന്നു. പ്രൈസ് ദി ലോർഡ്. മൂന്നാമത്തെ കാലഘട്ടത്തിൽ എത്തിയിരിക്കുന്ന ഈ തലമുറയിൽ ദൈവത്തിന്റെ വചനം അതിശക്തിയോടെ സംസാരിക്കുന്നെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. അത് വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ട്. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതാണ്. അതൊരു വ്യക്തിയെ രൂപാന്തരപ്പെടുത്തുന്നതാണ്. അത് കുടുംബത്തെ പണിയുന്നതാണ്. തകർന്ന ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുന്നതാണ് ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ മുഖവര പറഞ്ഞ് മുൻപോട്ട് പോകുന്നില്ല. ഒരു വാക്യം വായിച്ചിട്ട് പെട്ടെന്ന് വാക്ക് ചുരുക്കാൻ ആഗ്രഹിക്കുക. 2 തിമോഥെയോസിന്റെ 2-ാം ലേഖനം അതിന്റെ 1-ാമത്തെ വാക്യം അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ ഇപ്രകാരമാണ്. ഞാൻ തന്നെ അത് വായിക്കാം. എൻ്റെ മകനെ, ക്രിസ്തുയേശുവിന്റെ കൃപയാൽ ശക്തിപ്പെടുക. പ്രൈസ് ദി ലോർഡ്. 2014 നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഒന്നും കൊടുത്തില്ലെങ്കിലും കർത്താവിന്റെ കൃപയിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തിയാൽ അതാണ് നമ്മുടെ ജീവിതത്തിന്റെ അനുഗ്രഹം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവകൃപയുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിൽ എല്ലാം ഉണ്ട്. എന്തെല്ലാം ഉണ്ടെങ്കിലും ദൈവത്തിന്റെ കൃപ നിന്റെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ ഒന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ന്യായാധിപന്മാരുടെ പുസ്തകം പഠിക്കുമ്പോൾ ഇസ്രായേൽ മക്കളുടേതായ നന്മ അപകരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പ്രൈസ് ദി ലോർഡ് ഗിദെയോൻ മുന്തിരിച്ചക്കിനരികെ തന്റെ അവകാശങ്ങൾ നഷ്ടമായി പോകാതിരിപ്പാൻ മുന്തിരിച്ചക്കിനരികെ നിന്നുകൊണ്ട് യഹോവ അവനെ നോക്കി, അതിന്റെ 6-ാം വാക്യം 6-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ പറയുന്നു, യഹോവ അവനെ നോക്കി, ഈ ബലത്തോടെ പോക, ഞാൻ നിന്നായല്ലോ നിന്നെ അയക്കുന്നത്. അതിന്റെ 16-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഒരു മനുഷ്യനെ പോലെ നീ മിദ്യാന ശക്തിയെ കീഴ്പ്പെടുത്തു നമ്മൾ വായിക്കുന്നു. ദൈവത്തിലെ ക്രിസ്തു ജീവിതത്തിൽ ദൈവത്തിന്റെ കൃപ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നിന്നെ അലട്ടുന്ന, നിന്റെ കുടുംബത്തെ തകർക്കുന്ന, നിന്റെ തലമുറയെ ബന്ധിക്കുന്ന പൈശാചിക പോരുകളെ ദൈവകൃപയിൽ ആശ്രയിച്ച് ശരണപ്പെടുന്നെങ്കിൽ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗിദെയോൻ നമുക്ക് വേണ്ടി മുന്തിരിച്ചക്ക് ചവിട്ടിയ ഒരു വ്യക്തിയുണ്ട്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ഇന്ന് പകൽക്കാലം ഗിദെയോൻ ആ മുന്തിരിച്ചക്കിന് അരികെ നിന്നുകൊണ്ടാണ് അവന്റെ ദൃഷ്ടി ആ ഗിദെയോന്റെ മേൽ പതിയാനിടയായി തീർന്നത്. ഇന്ന് രാത്രികാലം ഞാൻ ഓർപ്പിക്കട്ടെ, നാളുകളായി നിന്റെ തലമുറയെ ബന്ധിച്ചുകൊണ്ട്, നിന്റെ ഭൗതിക നന്മകളെ ബന്ധിച്ചുകൊണ്ട്, നിന്റെ ശുശ്രൂഷയെ ബന്ധിച്ചുകൊണ്ട്, നിന്റെ കുടുംബത്തെ ബന്ധിച്ചുകൊണ്ട് ദുഷ്ടം കെട്ടിരിക്കുന്ന കെട്ടുകൾ ഇന്ന് രാത്രികാലം അയ്യപ്പെടാൻ പോകുകയാണ്. ദൈവത്തിന്റെ ദൃഷ്ടി വിഷയത്തിൽ പതിയട്ടെ. ഇന്ന് രാത്രികാലം ദൈവം അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുകയാണ്. ദൈവത്തെ സൂചിച്ചാരായിച്ചാട്ടെ. ഈ ദിവസങ്ങളിൽ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. നിന്റെ തലമുറയെ വള്ളി ചുറ്റി കെട്ടുന്ന പോലെ കെട്ടിക്കുന്ന ബന്ധനങ്ങൾ ഇന്ന് രാത്രികാലം അഴിഞ്ഞു മാറാൻ പോകുകയാണ്. നീ ഭവനത്തിൽ ചെല്ലുമ്പോൾ നിന്റെ കുടുംബത്തെ സ്ഥിതിക്ക് ഭേദം വരുത്തുവാൻ പോകുകയാണ്. ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നവർ ഒരിക്കൽ കൂടി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ദൈവകൃപ എന്ന് പറയുന്നത് വ്യക്തിപരമായി ദൈവത്തിൽ നിന്ന് പ്രാപിക്കേണ്ട ഒന്നാണ്. ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവിനോ ഭർത്താവിന് വേണ്ടി ഭാര്യയ്ക്കോ സാധിക്കാവുന്ന ഒരു കാര്യമല്ല. വ്യക്തിപരമായി ദൈവത്തിൽ നിന്ന് കൃപ ഏറ്റെടുക്കുന്നവർക്ക് വേണ്ടിയാണ് ദൈവം പ്രവർത്തിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദാനിയേൽ പ്രവചനം നമ്മൾ പഠിക്കുമ്പോൾ നബൂഖദ്നേസർ രാജാവിന്റെ മുഖത്ത് നോക്കി, ഞങ്ങൾ സേവിക്കുന്ന ദൈവങ്ങളെ വിടിയിപ്പാൻ കഴിയുമെന്ന് പറഞ്ഞ ദൈവകൃപയുള്ള ദാനിയേലിനെയും അവന്റെ കൂട്ടുകാരെയും തീക്കകത്തിട്ടപ്പോൾ തീയുടെ ഗന്ധം കെടുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി കാര്യം ഓർപ്പിക്കട്ടെ, നമ്മുടെ ക്രിസ്തീയത്തിൽ ദൈവം നമുക്ക് നൽകുന്ന പ്രതികൂല സാഹചര്യങ്ങളിൽ ദൈവങ്ങളെ ആശ്രയിച്ച് ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിയാൽ ദൈവം നിന്നെ വിടുവിക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹൈറേഞ്ചിന്റെ പ്രദേശങ്ങളിൽ ഹൈന്ദവ മാർഗത്തിൽ നിന്നൊരു പാവപ്പെട്ട സഹോദരി വിശ്വാസത്തിലേക്ക് കടന്നു വന്നു. പാവപ്പെട്ടതല്ല, അവർ പാവപ്പെട്ടതാക്കിയതാണ്. സാമാന്യ സാമ്പത്തിക ശേഷിയുള്ള ഒരു നല്ല കുടുംബം. 7 മക്കളാണ് അവർ. 6 മക്കളും ഹൈന്ദവ മാർഗത്തിൽ നിൽക്കുമ്പോൾ 7ാമത്തെ ഇളയ മകൾ, 4 പെൺമക്കളും 3 ആൺകുട്ടികളും. ഇളയ മകൾ ഈ കർത്താവിനെ സേവിപ്പാൻ ഇടയായി തീർന്നു. അതുകൊണ്ട് ഇവരെന്ത് ചെയ്തു? ഈ സഹോദരിക്ക് കൊടുക്കേണ്ട ന്യായമായ അവകാശങ്ങൾ കൊടുത്തില്ല. ബാക്കിയുള്ള 6 മക്കൾക്കും കൊടുക്കേണ്ടതായ അവകാശങ്ങളൊക്കെ കൊടുത്തു. ഏലത്തോട്ടങ്ങളും കാപ്പിത്തോട്ടങ്ങളും റബ്ബർ തോട്ടങ്ങളും ഒക്കെ കൊടുത്ത് 6 മക്കൾക്കും അവകാശമായി കൊടുത്തു. 7ാമത്തെ ഇളയ സഹോദരി കർത്താവിനെ പിൻപറ്റിയത് കൊണ്ട് അവൾക്ക് അവിടെ വീതങ്ങളൊന്നും കൊടുത്തില്ല. അവസാനമായിട്ടെല്ലാം വീതം വെച്ച് ഭാഗം വെച്ച് വന്നപ്പോൾ അല്പം പാറക്കൂട്ടം മാത്രമുണ്ട്. അത് വിക്കരിക്കട്ടെ എന്ന് വിചാരിച്ചു. പാറക്കൂട്ടം എന്തിനാ? ഞാൻ ഒരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ, ന്യായമായി നമുക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ നഷ്ടമാകുമ്പോഴാണ് നമ്മുടെ കൃപയുടെ മഹത്വം വെളിപ്പെടേണ്ടത്. പ്രൈസ് ദി ലോർഡ്. നിനക്ക് അറിയിക്കുന്ന നന്മ നിനക്ക് ലഭിക്കാതെ ഇരിക്കുമ്പോഴെങ്ങനെയുണ്ട് നമ്മുടെ ദൈവത്തിന്റെ കൃപ? പ്രൈസ് ദി ലോർഡ്.
അവൾക്ക് ലഭിക്കേണ്ട അവകാശം നഷ്ടമായി പോയിട്ട് അവരുടെ കൃപയൊന്നും നഷ്ടമായില്ല. അവൾ എന്നും അവൾക്ക് ലഭിച്ച് പാറപ്പുറത്ത് കയറിയിരുന്ന ദൈവത്തെ, അന്യഭാഷ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുമായിരുന്നു. കാലങ്ങൾ മുൻപോട്ട് കടന്നുപോയി. അവൾക്ക് 2 പെൺകുഞ്ഞുങ്ങളുണ്ട്. ആ കുഞ്ഞുങ്ങളെ ഇവൾ പിൻപറ്റിയതായ ദൈവകൃപയെ തന്നെ ആ കുഞ്ഞുങ്ങളെ അവൾ വളർത്തിയെടുത്തു. കാലങ്ങൾ മുൻപോട്ട് പോയപ്പോൾ കുഞ്ഞുങ്ങൾ വളർന്നു, സാഹചര്യം വലുതായി വന്നു, കുഞ്ഞുങ്ങളെ വിവാഹം കഴിച്ചയക്കണം. ഇങ്ങനെയൊക്കെ ആകെ ബുദ്ധിമുട്ടുന്ന സമയത്ത് ഇവൾ എന്നും ഈ പാറക്കൂട്ടത്തെ നോക്കി പ്രാർത്ഥിക്കുകയും അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തമിഴ്നാട്ടിൽ നിന്ന് കുറച്ച് ആൾക്കാർ പാറ അന്വേഷിച്ച് വരികയാണ്. അപ്പോൾ ആരോ പറഞ്ഞു, ഇവിടെ പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരിക്ക് കുറച്ച് പാറ കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞു. ഈ സഹോദരിയുടെ അടുത്ത് ചെന്ന് തമിഴ്നാട്ടിൽ നിന്ന് ആൾക്കാർ ചോദിച്ചു, സഹോദരി പാറ തരുന്നോ? തന്നേക്കാമെന്ന് പറഞ്ഞു. ഇവർ പറഞ്ഞു, എന്ത് വേണം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള തരാൻ പറഞ്ഞു. ഇവർ പറഞ്ഞു, ഞങ്ങളൊരു 5 ലക്ഷം രൂപ തന്നേക്കാമെന്ന്. 5 ലക്ഷമെന്ന് ആദ്യമായിട്ടാണ് ഈ സഹോദരി കേൾക്കുന്നത്. ഈ സഹോദരി 5 ലക്ഷമെന്ന് കേട്ടപ്പോൾ ഒന്നുകൂടെ ഹൃദയംഗമായ ഒച്ചത്തിൽ കണ്ണടച്ചു നിന്നുകൊണ്ട് അന്യഭാഷ ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങി. തമിഴന്മാർ ഓർത്തു, പാറയ്ക്ക് വില കുറഞ്ഞു പോയത് കൊണ്ട് ഇവരെ ചീത്ത പറയുമായിരിക്കുന്നു. ഉടനെ പറഞ്ഞു, എൻ്റെ പൊന്നു ചേച്ചി ചീത്ത പറയണ്ട, ഞങ്ങൾ 5 ലക്ഷം കൂടെ തന്നേക്കാമെന്ന് പറഞ്ഞു. പ്രൈസല്ലോ, നീ പറയുന്ന, ഞാൻ ദൈവമുറയെ പറയുന്ന അന്യഭാഷയ്ക്കകത്ത് നിന്റെ വാക്കുകൾ തീർക്കുവാൻ ലക്ഷങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്ന് പകൽക്കാലം നിനക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ പറ്റുമോ? ദൈവത്തെ ആരാധിക്കുവാൻ പറ്റുമോ? നിനക്ക് ന്യായമായി ലഭിക്കേണ്ട അവകാശങ്ങൾ നഷ്ടമാകുമ്പോഴാണ് ദൈവത്തിൻ്റെ കുറവത്തിൻ്റെ ജീവിതത്തിൽ പകരപ്പെടേണ്ടത്. പ്രൈസല്ലോ, ഹല്ലേലൂയ. ഞാനും ഇതുപോലെ എനിക്ക് ലഭിക്കേണ്ട അവകാശമൊക്കെ എൻ്റെ അപ്പനും മുമ്പ് തരായിരുന്ന കാലത്ത്, ഇന്നേക്ക് 30 വർഷങ്ങൾക്ക് മുമ്പ് ഒരു കത്തോലിക്കാക്കൂടെ, എൻ്റെ സ്വദേശം ഇവിടെ ചങ്ങനാശ്ശേരിക്ക് പടിഞ്ഞാറ് വെളിയനാടാണ്. ഞാൻ 24 വർഷമായിട്ട് പാലക്കാടാണ് പ്രവർത്തിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇന്ത്യ ബന്ധു ദേവസ്വം ഇവിടെ ശ്രേഷ്ഠന്മാർ ദേവസ്വന്മാരെ മിക്കവാറും പേര് എൻ്റെ പ്രദേശങ്ങളിൽ വന്നിട്ടുണ്ട്. ഞങ്ങൾ 8 പേരാണ്, 4 പെണ്ണും 4 ആണും. അപ്പനും അമ്മയും മരിച്ചു. അതിലെ രണ്ടാമത്തെ മകനാണ് ഞാൻ. 1982 ഒരു കത്തോലിക്ക കുടുംബത്തിൽ നിന്ന് ഈ കർത്താവിനെ സേവിപ്പാൻ ഇടയായിത്തീർന്നു. ഈ ബൈബിളല്ല, അന്ന് 15 രൂപയ്ക്ക് വാങ്ങിച്ചൊരു ബൈബിൾ 13 രൂപ കൊടുത്തു. അതിൻ്റെ ബാക്കി 2 രൂപ ഇപ്പോഴും കൊടുക്കാൻ 2 രൂപ കടം പറഞ്ഞ ബൈബിൾ. 4 മക്കളുണ്ട് എനിക്ക്, 2 പെണ്ണും 2 ആണും. ഈ മക്കളെയും കയ്യെ പിടിക്കാൻ എൻ്റെ വീട്ടിൽ നിന്നിറങ്ങി. എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, ഇനിയും വെട്ടുന്ന ഇടി നിന്റെ തലയിൽ വെട്ടും. കഴിഞ്ഞ 30 വർഷം ഇടി പലയിടത്ത് തിരുവനന്തപുരത്ത് നമ്മൾ വായിക്കുന്നു, പെറ്റതള്ള മറന്നാലും ഞാൻ നിന്നെ മറക്കുന്ന ദൈവമല്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ എന്ന് പൗലോസ് പറയുന്ന പോലെ വാങ്ങുന്നതിനേക്കാൾ നല്ലത് കൊടുക്കുമെന്ന് പറയുവാൻ ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടയാക്കി. 1982 ഞാൻ ഈ കിടങ്ങറായിൽ നിന്ന് ചങ്ങനാശ്ശേരി NS വരെ ഓരോ പൈപ്പിൽ നിന്ന് വെള്ളം കുടിച്ചിട്ട് ഞാൻ ഓർക്കാറുണ്ട്. ഞാൻ ഇവിടുന്ന് പോയാലും പ്രിയ തോമസ് കുട്ടി പാസ്റ്റർ കുട്ടനാട് സെൻട്രാട്ട് അടുത്ത് പ്രവർത്തിക്കുന്നത് വളരെ സന്തോഷമുണ്ട്. ഞാൻ എന്നും ആ മനുഷ്യന് വേണ്ടി കുട്ടനാട് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനാണ്. ഹല്ലേലൂയ എന്ന് പകൽക്കാലം ഓർപ്പിക്കട്ടെ. കർത്താവിൻ്റെ ജീവിതത്തിൽ അനേക നന്മകളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ നാളുകളിൽ കർത്താവിനെ സേവിച്ചാൽ നിനക്കൊന്നുമില്ലെങ്കിലും ദൈവത്തിൻ്റെ കൃപയിൽ ശക്തിപ്പെട്ടാൽ ദൈവം നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. താഴ്ചയിലവൻ എന്നെ ഓർത്തല്ലോ, ഓരാ വൈരിയിൻ ബലമവൻ തകർത്തല്ലോ, തൻ്റെ കൈ ചേർത്തല്ലോ, സ്തോത്രഗീതം പാടിടും ഞാൻ, തൻ്റെ കൈ ചേർന്ന് പാടിക്കട്ടെ. കൃപ കൃപയൊന്നേനാശ്രയം, ഹല്ലേലൂയ. കൃപ കൃപയൊന്നേ ആനന്ദമായി, വൈരികൾ വന്ന എതിരുയർന്ന വൈരികൾ വന്നാലും പ്രൈസ് ദി ലോർഡ്. സന്തോഷമുള്ള ദൈവമക്കളെ സൂചിച്ചാട്ട്, ഒന്നുകൂടെ സൂചിച്ചാട്ട്, ഒന്നുകൂടെ സൂചിച്ചാട്ട്. ഞാൻ എൻ്റെ വാക്കുകളോട് അവസാനിപ്പിക്കുകയാണ്. ഒത്തിരി കാര്യങ്ങൾ എനിക്ക് പറയുവാനുണ്ട്. എൻ്റെ അനുഭവമാണ് എൻ്റെ പ്രസംഗം. കഴിഞ്ഞ 24 വർഷം പാലക്കാട് ജില്ലയിൽ ദൈവനെ നടത്തിയ വിധങ്ങൾക്കായ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതൊന്നും പ്രതീക്ഷിച്ചിറങ്ങിയതല്ല. കുമ്മനാട് ഇങ്ങനെ പ്രസംഗിക്കാമെന്നൊന്നും വിചാരിച്ചതല്ല. അന്നിറങ്ങിയപ്പോൾ ഒറ്റ കാര്യം ആഗ്രഹിച്ചില്ല, കർത്താവേ, ഒരു നേരത്തെ ആഹാരം വയറ് നിറച്ച് കഴിച്ചിട്ട് ഈ ലോകത്തിൽ നിന്ന് മരിക്കാൻ ഒക്കുമോ? ഇന്ന് ആഹാരം കഴിക്കാൻ മേല, അതുപോലെ ദൈവം തന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എനിക്കിതുപോലെ അവസരമൊരുക്കുന്ന കർത്താസന്മാരോട് നന്ദി പറയുന്നു. ദൈവമായ കർത്താവ് നമ്മൾ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കും. കഴിഞ്ഞ 24 വർഷമായിട്ട് പാലക്കാട് ജില്ലയിൽ ഒരു സഭയിൽ താമസിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു. ഇപ്പോൾ പട്ടാമ്പി ഏരിയയുടെ ചുമതലയോടുണ്ട്. ദൈവമക്കൾ പ്രാർത്ഥിക്കുക. കർത്താവ് നമ്മൾ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.
പാലക്കാടിൻ്റെ പ്രദേശങ്ങളിൽ വളരെ ശക്തമായി വർഷങ്ങളായി വലിയവനായ കർത്താവ് ഉപയോഗിച്ചുകൊണ്ട് കർത്തൃദാസൻ്റെ അനുഭവത്തിൽ കൂടെയും ദൈവവനിധി കൊടുക്കൽപ്പെടുന്ന സന്ദേശത്തെ ഓർത്ത് ദൈവത്തെ ഒന്നുകൂടെ ഒന്നിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമ്പോൾ അല്പസമയം നമുക്ക് ആരാധനയ്ക്കുള്ള അവസരം ഇപ്പോൾ വേർതിരിക്കാൻ പോകുന്ന എല്ലാവരും ഇത്രയും സമയം ഇരിക്കുകയായിരുന്നല്ലോ. നമുക്ക് അല്പസം എഴുതിരുന്നുകൊണ്ട് നമ്മുടെ വാഴ്ത്തപ്പെടാൻ കർത്താവിനെ പാടി ആരാധിക്കുവാൻ ചില നിമിഷങ്ങൾ വേർതിരിക്കുന്നു. വളരെ ആത്മാർത്ഥതയോടെ കർത്താവിൻ്റെ പാടി ദൈവത്തെ സ്തുതിക്കാം. ആരും മുമ്പനുമായിരിക്കാവ് കരങ്ങളടിച്ചുകൊണ്ട് ഏകാഗ്രതയോടെ അനുഗ്രഹീത ഗായ സംഘം കർത്തൃദാസന്മാർ മുഴുവൻ പാടുമ്പോൾ അവരോട് ചേർന്ന് നമുക്ക് പാടി വലിയവനായ കർത്താവിനെ ആരാധിച്ചാൽ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ടല്ലോ. ഇത് കൺവെൻഷൻ അല്ല, ഉപവാസ പ്രാർത്ഥന. ആരാധിക്കുവാൻ, ദൈവവചനത്തിന് ബലപ്പെടുവാൻ, കൃപ അനുഭവിപ്പാൻ, ഉപവസിപ്പാൻ എല്ലാത്തിനും സ്വാതന്ത്ര്യമുള്ള വേദിയാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തോടെ നമ്മുടെ ഈ രാത്രിയുടെ യോഗം നീങ്ങുവാൻ തക്കവണ്ണം വളരെ വാഞ്ചയോടെ നമുക്കായിരിക്കാം. കർത്തൃദാസന്മാർ ഒന്നിച്ച് നമ്മൾ പാടുമ്പോൾ നമുക്ക് ഒന്നിച്ചെല്ലാവരും ചേർന്ന് പാടി ആരാധിക്കാം. പാഠപുസ്തകത്തിലെ 29-ാമത്തെ ഗാനം പഴയ പാട്ടാണ്. യേശു മഹോന്നതനെ നമുക്ക് ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാം, പ്രേമകാന്തനെ കാണാം. യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാം, പ്രേമകാന്തനെ കാണാം. സുന്ദരരൂപനെ ഞാൻ ഈ മേഘമതിൽ വേഗം കാണാം, പ്രേമകാന്തനെ കാണാം. സുന്ദരരൂപനെ ഞാൻ ഈ മേഘമതിൽ വേഗം കാണാം, പ്രേമകാന്തനെ കാണാം. അഷ്ടതയേറെ സഹിച്ചവരും കല്ലേ അടികൊണ്ടു മരിച്ചവരന്ന് മശിഹായോട് വാഴുമ നാട്ടിൽ. കഷ്ടതയേറെ സഹിച്ചവരും കല്ലേറടികൊണ്ടു മരിച്ചവരന്ന് മശിഹായോട് വാഴുമ നാട്ടിൽ. യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാം, പ്രേമകാന്തനെ കാണാം. യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാം, പ്രേമകാന്തനെ കാണാം. പൊന്മണിമാലയവൻ എനിക്കു തരും ശുഭ്രവസ്ത്രം, നാഥനെ ധരിപ്പിക്കുമെന്ന്. പൊന്മണിമാലയവൻ എനിക്കു തരും ശുഭ്രവസ്ത്രം, നാഥനെ ധരിപ്പിക്കുമെന്ന്. കണ്ണുനീരാകെ ഒഴിഞ്ഞിടുമേ, 1000 ആണ്ടു വസിക്കും അവരുടെ നാട്ടിൽ. എനിക്കായൊരുക്കിയ വീട്ടിൽ കണ്ണുനീരാകെ ഒഴിഞ്ഞിടുമേ, 1000 ആണ്ടു വസിക്കും അവരുടെ നാട്ടിൽ. എനിക്കായൊരുക്കിയ വീട്ടിൽ. യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാം, പ്രേമകാന്തനെ കാണാം. യേശു മഹോന്നതനെ വേഗം കാണാം, പ്രേമകാന്തനെ കാണാം. രാപകലില്ലവിടെ പ്രശോഭിതമായൊരു നാട്, 4 ജീവികൾ പാടുമ വീട്. രാപകലില്ലവിടെ പ്രശോഭിതമായൊരു നാട്, 4 ജീവികൾ പാടുമ വീട്. ജീവജലാനദിയുണ്ടവിടെ, ജീവമരങ്ങളുമായി നിലകൊണ്ടൊരു ദേശം, നല്ലൊരു വനദേശം. ജീവജലാനദിയുണ്ട്
അവിടെ ജീവമരങ്ങളുമായി നിലകൊണ്ടൊരു ദേശം, നല്ലൊരു വനദേശം. യേശു മഹോന്നതനേ, മഹോന്നതനേ, വേഗം കാണാൻ പ്രേമകാതനെ കാണാൻ. യേശു മഹോന്നതനേ, വേഗം കാണാൻ പ്രേമകാതനെ കാണാൻ. സുന്ദര രൂപനെ ഞാൻ ഈ മേഘമാതിൽ വേഗം കാണാൻ പ്രേമകാതനെ കാണാൻ. സുന്ദര രൂപനെ ഞാൻ ഈ മേഘമാതിൽ വേഗം കാണാൻ പ്രേമകാതനെ കാണാൻ. കഷ്ടതയേറെ സഹിച്ചവരും കല്ലേറടിക്കൊണ്ടു മരിച്ചവരൊന്ന് മശിഹായോടു വാഴുമ നാട്ടിൽ. കഷ്ടതയേറെ സഹിച്ചവരും കല്ലേറടിക്കൊണ്ടു മരിച്ചവരൊന്ന് മശിഹായോടു വാഴുമ നാട്ടിൽ. യേശു മഹോന്നതനേ, Hallelujah! Praise the Lord! പ്രേമകാതനെ കാണാൻ. യേശു മഹോന്നതനേ, മഹോന്നതനേ, വേഗം കാണാൻ പ്രേമകാതനെ കാണാൻ. പൊന്മണിമാലയവൻ എനിക്കു തരും ശുഭ്രവസ്ത്രം, നാഥനെന്നെ ധരിപ്പിക്കുമെന്ന്. പൊന്മണിമാലയവൻ എനിക്കു തരും ശുഭ്രവസ്ത്രം, നാഥനെന്നെ ധരിപ്പിക്കുമെന്ന്. കണ്ണുനീരാകെയൊഴിഞ്ഞിടുമേ, ആയിരമാണ്ടു വസിക്കുന്നവരുടെ നാട്ടിൽ. എനിക്കായൊരു പ്രിയ വീട്ടിൽ കണ്ണുനീരാകെയൊഴിഞ്ഞിടുമേ, ആയിരമാണ്ടു വസിക്കുന്നവരുടെ നാട്ടിൽ. എനിക്കായോ മഹോന്നതനേ, മഹോന്നതനേ, വേഗം കാണാൻ പ്രേമകാതനെ കാണാൻ. യേശു മഹോന്നതനേ, മഹോന്നതനേ, വേഗം കാണാൻ പ്രേമകാതനെ കാണാൻ. പകലില്ലവിടെ പ്രശോഭിതമായൊരു നാട്, നാല് ജീവികൾ പാടും അവിടെ. പകലില്ലവിടെ പ്രശോഭിതമായൊരു നാട്, നാല് ജീവികൾ പാടും അവിടെ. ജീവജല നദിയുണ്ടവിടെ, ജീവമരങ്ങളുമായി നിലകൊണ്ടൊരു ദേശം, നല്ലൊരു ഭുവനദേശം. ജീവജല നദിയുണ്ടവിടെ, ജീവമരങ്ങളുമായി നിലകൊണ്ടൊരു ദേശം, നല്ലൊരു ഭുവനദേശം. യേശു മഹോന്നതനേ, മഹോന്നതനേ, വേഗം കാണാൻ പ്രേമകാതനെ കാണാൻ. യേശു മഹോന്നതനേ, മഹോന്നതനേ, വേഗം കാണാൻ പ്രേമകാതനെ കാണാൻ. യേശു മഹോന്നതനേ, മഹോന്നതനേ, വേഗം കാണാൻ പ്രേമകാതനെ കാണാൻ. യേശു മഹോന്നതനേ, Hallelujah, 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 hallelujah. Glory, 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 glory,
ശക്തി വ്യാപരിക്കട്ടെ, കൃപ വ്യാപരിക്കട്ടെ. ഓ ദൈവ തേജസ്, ദൈവ സാന്നിധ്യം ഇന്ന് രാത്രിക്കാലം ഈ പന്തൽ വ്യാപരിക്കട്ടെ. ഒരറ്റം മുതൽ മറ്റേറ്റം വരെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, കൃത്യത്തിൽ മൂന്നാമനായ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇന്ന് രാത്രിക്കാലം നമ്മുടെ മധ്യ വ്യാപരിക്കട്ടെ. ആത്മമാരി ഇന്ന് രാത്രിക്കാലം നമ്മുടെ മധ്യ പെയ്തിറങ്ങട്ടെ. അക്ഷരം കൊല്ലുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു. അക്ഷരം കൊല്ലുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു. ആത്മാവിന്റെ പരിവർത്തനം ഇന്ന് രാത്രിക്കാലം പുഷ്ടി നിമിത്തം, പുഷ്ടി നിമിത്തം, പുഷ്ടി നിമിത്തം തുകകൾ ഒഴിഞ്ഞു മാറട്ടെ. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ പുഷ്ടി നിമിത്തം. Yes, yes, yes. Urabarabara shambe, ribaraba shaudara. Yes, yes. Thank you, Jesus. Urabarabara shambara dagasi, ribaraba shambara dagasi, ribaraba shamdare dagasi, uraba shaudara dagasi, ribaraba shamdara dagasi. അന്യഭാഷ സംസാരിക്കുന്നവൻ ദൈവത്തോട് സംസാരിക്കുന്നു. ഇന്ന് രാത്രിക്കാലം വ്യക്തിപരമായി സംസാരിക്കുക. യേശുവിന്റെ നാമത്തിൽ നരിയാനോളമല്ല, മുട്ടോളമല്ല, അറിയോളമല്ല, നീന്തിട്ട് കിടപ്പാൻ കഴിയാതെ അത്യന്തമായ വ്യാപാര ശക്തിയിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധമായ നദി ഇന്ന് രാത്രിക്കാലം നമ്മുടെ മധ്യ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. സൈന്യത്താലുമല്ല, ശക്തിയാലുമല്ല, എന്റെ ആത്മാവിനകത്ത് യേശുവിൻ നാമത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവർക്കും പ്രാർത്ഥനയോടെ സ്നേഹിക്കാം. മൂന്ന് കർത്തൃദാസന്മാർക്കൂടെ അനുഗ്രഹീതമായ സന്ദേശം ഇന്ന് രാത്രിക്കാലം ലഭിച്ചു. മണിക്കൂറുകൾ സംസാരിക്കുവാൻ ദൈവം കൊടുത്തിരിക്കുന്നതായ കൃപാദൈവദാസന്മാർക്കുണ്ട്. എന്നാൽ നമ്മുടെ സമയപരിമിതി അനുസരിച്ച് കൊടുത്തിരിക്കുന്ന സമയങ്ങൾ ചുരുങ്ങിയ സമയങ്ങൾ കൊടുത്ത് അവർ തക്കത്തിൽ അത് ഉപയോഗിക്കാനിടയായി. ദൈവം കർത്തൃദാസന്മാരെ എല്ലാവരെയും മാനിക്കുമാറാകട്ടെ. ദൈവമായ കർത്താവിൻ്റെ ഇന്ന് രാത്രിക്കാൻ തുടർന്നും ഒടുവിലത്തെ സന്ദേശം നമുക്ക് തരുവാൻ തക്കവണ്ണം കർമ്മപ്പെടുത്തിയ കർത്തൃദാസൻ സ്റ്റീവൻ മാത്യു ആലുവ സെൻറ്ററിൻ്റെ മിനിസ്റ്ററാണ്. കർത്തൃദാസൻ മുൻപിടുന്ന ദൈവവാനം സംസാരിക്കും. നമുക്ക് ലഭിക്കേണ്ടതായ ഒടുവിലത്തെ മെസ്സേജും വളരെ അനുഗ്രഹപ്രദമായി ചെയ്യുവാൻ തക്കവണ്ണം വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. പ്രിയകർത്തൃദാസനെ ദൈവവാനം ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുന്നു. നമുക്ക് ദൈവത്തിൻ ആദരവോടെ പ്രിയകർത്തൃദാസനെ ക്ഷണിക്കുകയും ചെയ്യുന്നു. പ്രീസ്കു വാഗ്ദത്ത പ്രകാരം നമ്മുടെ നടുവിൽ എഴുന്നള്ളി വന്നിരിക്കുന്നവനായ സർവശക്തനായ കർത്താവിന് സകല മഹത്വവും മാനവും അർപ്പിക്കുന്നു. ഇവിടെ ആയിരിക്കുന്നതായ ശ്രേഷ്ഠന്മാരായ കർത്തൃദാസന്മാർക്കും സഭകളിൽ ശുശ്രൂഷിക്കുന്ന എൻ്റെ കൂട്ട ശുശ്രൂഷന്മാർക്കും ദൈവമക്കൾക്ക് ഏവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ളതായ വന്ദനത്തെയും അറിയിക്കുന്നു. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നും ശുശ്രൂഷിപ്പാനുള്ളതായ അവസരം ഒരുക്കി തന്നതായ ശ്രേഷ്ഠന്മാരായ കർത്തൃദാസന്മാർക്ക് എൻ്റെ വ്യക്തിപരമായിട്ടുള്ളതായ നന്ദി അറിയിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ടതായ ദൂതുകളും ആലോചനകളും കർത്തൃദാസന്മാരിൽ കൂടെ ചുരുങ്ങിയ അവസരങ്ങൾ കൊണ്ട് ലഭിപ്പാൻ കർത്താവ് നമുക്കിടയാക്കി. ശേഷിക്കുന്നതായ അല്പസമയങ്ങൾ കൂടെ ദൈവസന്നിധിയിൽ നാം ഒന്നിച്ചായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെ നമ്മോട് സംസാരിപ്പാൻ ഇടയാകണതിന് വേണ്ടി വളരെ പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധാനത്തിൽ നമുക്കായിരിക്കാം. കഴിഞ്ഞ 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ ഒരു ദിവസം അല്പസമയം ദൈവദിനം സംസാരിപ്പാനുള്ള അവസരം കർത്താവ് നൽകി. അന്ന് 24-ാമത്തെ ദിവസമായിരുന്നു. എല്ലാവരും ആത്മാവിൻ്റെ നിറവിൽ പരിശുദ്ധാത്മാവിൽ കത്തി നിൽക്കുന്നതായ ആ സന്ദർഭമായിരുന്നു. എനിക്ക് വളരെ അനുഗ്രഹമായി ആ ശുശ്രൂഷ തീരുവാനിടയായി. അതിലിന്ന് ഈ പ്രാവശ്യത്തെ ഉപവാസ പ്രാർത്ഥന ആരംഭിച്ചതേ ഉള്ളൂ. എങ്കിലും വാഗ്ദത്ത പ്രകാരം ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ ഒഴുക്ക് ദൈവമക്കൾ അനുഭവിച്ചറിയുവാൻ ഇന്ന് രാത്രികാലവും ഇടയായിത്തീരട്ടെ. ദൈവവചനത്തിൽ നിന്ന് ഞാൻ 2 വേദഭാഗങ്ങൾ വായിച്ച് അതിൽ നിന്നും അല്പമായി ലഭിച്ച അവസരത്തിനുള്ളിൽ ശുശ്രൂഷിപ്പാൻ വേണ്ടി താല്പര്യപ്പെടുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. പിന്നെ അവൻ എല്ലാവരോടും പറഞ്ഞത്, എന്നെ അനുഗമിപ്പാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ
അവൻ തന്നെത്താൻ നിഷേധിച്ച് നാൾതോറും തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യം കൂടെ വായിക്കുന്നു. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ് 2 വാക്യങ്ങളും. ഈ വചനഭാഗത്ത് നിന്ന് നമുക്ക് അനേക ദൂതുകൾ അനേക കർത്തൃദാസന്മാർ കൂടെ കേൾക്കുവാനിടയായിട്ടുണ്ട്. പ്രസംഗികളുടെ പ്രഭുക്കന്മാരായി ഇരിക്കുന്ന കർത്തൃദാസന്മാർ എൻ്റെ പിൻപിൽ ഇരിക്കുന്നുണ്ട്. അവരുടെ മുൻപിൽ ഞാൻ അല്പം സന്ദേഹത്തോടുകൂടിയാണ് ഇവിടെ നിൽക്കുന്നത് എങ്കിലും ആ ദൈവദാസന്മാരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്നുള്ള വിശ്വാസത്തോടുകൂടെ ഈ വചനഭാഗത്തുനിന്നും ദൈവം എനിക്ക് നൽകിയതായ ചുരുങ്ങിയ ചില ആലോചനകൾ പറയുവാൻ താല്പര്യപ്പെടുന്നു. ഈ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് പ്രിയ തോമസ് കുട്ടി പാസ്റ്റർ എന്നോട് ഇവിടെ ഇങ്ങനെ ശുശ്രൂഷിക്കുവാൻ ആവശ്യപ്പെട്ടത്. കഴിഞ്ഞ ചൊവ്വാഴ്ച ഞാൻ പകൽക്കാലം ദൈവസന്നിധാനത്തിൽ ഇങ്ങനെ പ്രാർത്ഥനയിൽ വചനധ്യാനത്തിനും ഇരിക്കുന്നതായ സമയം ഞാൻ വളരെ ധ്യാനിച്ചതായ ഒരു വേദഭാഗമാണ് ഞാൻ ആദ്യം വായിച്ചതായ വേദഭാഗം. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞതായ ഒരു വചനഭാഗമാണല്ലോ അത്. യേശുവിൻ്റെ പിന്നാലെ ഒരുത്തൻ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ എങ്ങനെ ആയിരിക്കണം, എന്ത് ചെയ്യണം എന്നുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. യേശുവിനെ അനുഗമിപ്പാൻ തീരുമാനിക്കുന്നതായ വ്യക്തികൾ 2 കാര്യം ചെയ്യുവാനാണ് ആ 1-ാം വാക്യത്തിൽ നമുക്ക് കാണുവാനിടയായത്. ആ 2-ൽ-1 ഇതാണ്: ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിക്കണം, ഡിനൈ ഹിംസെൽഫ്. രണ്ടാമതായി അവൻ ചെയ്യേണ്ടതായ കാര്യം തൻ്റെ ക്രൂശ് എടുക്കണം. തന്നെത്താൻ ത്യജിക്കുക, തൻ്റെ ക്രൂശ് എടുക്കുക. തന്നെത്താൻ ത്യജിക്കുക എന്നുള്ളതായ ആ പദത്തിന്, ആ വാചകത്തിന് എന്താണ് അർത്ഥമാക്കുന്നത്? ഡിനൈ ഹിംസെൽഫ്, മറുത്തു പറയുക. ആ വചനത്തെ ഒരു വേദപണ്ഡിതാവ് വ്യാഖ്യാനിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരിൽ പ്രധാനിയായിരുന്നതായ പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞതായ രംഗം നാം ഓർക്കുന്നുണ്ട്. യേശുവിനെ തള്ളിപ്പറഞ്ഞു. ഹി ഡിനൈഡ് ജീസസ്. യേശുവിനെ തള്ളിപ്പറഞ്ഞു. എങ്ങനെയാണ് യേശുവിനെ അവൻ തള്ളിപ്പറഞ്ഞത്? അവൻ പറഞ്ഞ വാചകം ഇങ്ങനെയായിരുന്നു: ഞാൻ അവനെ അറിയുന്നില്ല, ഞാൻ യേശുവിനെ അറിയുന്നില്ല എന്ന് പറഞ്ഞതായ ആ വാചകത്തെക്കുറിച്ച് തിരുവെഴുത്ത് പറയുന്നു, ഇങ്ങനെ പറഞ്ഞ് പത്രോസ് യേശുവിനെ എന്ത് ചെയ്തു? തള്ളിപ്പറഞ്ഞു. യേശുവിനെ ഡിനൈ ചെയ്തു. ഞാൻ അവനെ അറിയുന്നില്ല എന്ന് പറഞ്ഞ് നമ്മെ തന്നെ ഡിനൈ ചെയ്യുക, തന്നെത്താൻ ത്യജിക്കുക എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ്? പത്രോസ് തള്ളിപ്പറഞ്ഞതായ ആ നിലയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ യേശു പത്രോസിനെ അറിയുന്നില്ല എന്ന് പറഞ്ഞതുപോലെ, എന്ന് പറഞ്ഞ് യേശുവിനെ തള്ളി പറഞ്ഞതുപോലെ, ഞാൻ എന്നെ തള്ളി പറയേണ്ടത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഞാൻ എന്നെ അറിയുന്നില്ല, എനിക്ക് ഇവനെ അറിയത്തില്ല എന്ന് എൻ്റെ സ്വയത്തെക്കുറിച്ച്, എന്നെക്കുറിച്ച് ഞാൻ എന്നോട് തന്നെ പറയുന്നതായ അനുഭവത്തിനാണ് എന്നെ തള്ളിപ്പറയുക, എന്നെ ഡിനൈ ചെയ്യുക എന്നുള്ളതിൻ്റെ അർത്ഥം എന്നാണ് ആ പഠിതാവ് പറഞ്ഞിരിക്കുന്നത്. നാം ആരും എന്നെ ഞാൻ അറിയുന്നില്ല എന്ന് പറയുവാൻ തയ്യാറുള്ളവരല്ല. എനിക്കൊരു ഐഡന്റിറ്റി ഇല്ല എന്ന് ഞാൻ പറഞ്ഞാൽ പിന്നെ ഞാൻ ഒന്നുമില്ല. അങ്ങനെ ഞാൻ ഒന്നുമില്ലാതാകുവാൻ ഒരിക്കലും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ എന്തോ ആണെന്നുള്ളതായ ഭാവം, ഞാൻ എന്തോ ആണെന്നുള്ളത് മറ്റുള്ള മുമ്പിൽ വെളിപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. എന്നെക്കുറിച്ച് മറ്റുള്ളവർ എന്തെങ്കിലും ഒന്ന് പുകഴ്ത്തി പറയണം, ഞാൻ എന്തെങ്കിലും ആകണം എന്നുള്ളതായ ഒരു മനോഭാവമാണ് എന്നെ ഭരിക്കുന്നത്. എന്നാൽ ക്രിസ്തുവിന്റെ പിന്നാലെ ഒരുവൻ പോകുവാൻ താല്പര്യപ്പെടുന്നുവെങ്കിൽ
നീ എന്തെങ്കിലും ആണ്, ഞാൻ എന്തെങ്കിലും ആണ് എന്ന് നീ ചിന്തിക്കാതെ, ഞാനൊന്നുമില്ല, എനിക്ക് എന്നെ അറിയത്തില്ല, ഞാൻ സ്റ്റീഫൻ മാത്യുവിനെ അറിയുന്നില്ല എന്ന് പറയുവാൻ എനിക്ക് കഴിയണം. എന്നെ തന്നെ ഞാൻ തള്ളിപ്പറയണം. ക്രിസ്തുവിന് മുന്നോടിയായി വന്നവനായ യോഹന്നാൻ സ്നാപകന്റെ അടുക്കൽ പുരോഹിതന്മാർ അയച്ചതായ ഒരു ഗ്രൂപ്പ് വന്ന് അവനോട് ചോദിച്ചു, നീ ആരാണ്? നീ മശീഹിയാണോ? ഞങ്ങളെ അയച്ചവരോട് മറുപടി പറയേണ്ടതിന് നീ ഞങ്ങളോട് പറയുക, നീ മശീഹിയാണെങ്കിൽ പറയുക. യോഹന്നാൻ അവരോട് മറുപടി ഇങ്ങനെ പറഞ്ഞു, ഞാൻ മശീഹിയല്ല. ശരി, അങ്ങനെയെങ്കിൽ നീ ഏലിയാവാണോ? യോഹന്നാൻ പറഞ്ഞു, ഞാൻ ഏലിയാവല്ല. നീ ആ പ്രവാചകനാണോ? മോശ പറഞ്ഞതായൊരു പ്രവാചകനുണ്ടല്ലോ, ആ പ്രവാചകനാണോ നീ? അവൻ പറഞ്ഞു, അല്ല, ഞാനിതൊന്നുമല്ല. ഒടുവിൽ അവരിങ്ങനെ ചോദിച്ചു, പിന്നെ എന്താണ് നീ? നീ ആരാണ്? ഞങ്ങളെ അയച്ച ആളുകളോട് പോയി മറുപടി പറയുവാൻ നീ ഒരു മറുപടി പറയണം. നീ ആരാണെന്ന് പറയണം, നിന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്തണം. അപ്പോൾ യോഹന്നാൻ പറഞ്ഞ മറുപടി നമ്മൾക്കെല്ലാം അറിയാം, ഞാനിതൊന്നുമല്ല, ഞാനൊരു ശബ്ദം മാത്രമാകുന്നു. ഞാൻ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദമാണ്. എനിക്ക് പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്, അവന് വഴി നിരത്തുവാൻ വേണ്ടി വന്നതായ ഒരു ശബ്ദം മാത്രമാണ് ഞാന്. എന്റെ പേരിനോടൊപ്പം ചേർക്കുവാൻ ഒരു സ്ഥാനപ്പേരുകളും എനിക്കില്ല. ഞാനെന്ന് പറയുവാൻ ഒന്നുമില്ല, പക്ഷെങ്കിൽ ഒന്ന് മാത്രം, ഞാനൊരു വോയിസ് മാത്രം, മരുഭൂമിയിൽ കേൾക്കുന്നതായ ഒരു വോയിസ് മാത്രം, മരുഭൂമിയിൽ ഉയരുന്നതായ ഒരു ശബ്ദം മാത്രമാണ് ഞാൻ. ദൈവത്തിന് സ്തോത്രം. ഇവിടെ യോഹന്നാൻ തന്നെ ഡിനൈ ചെയ്യുകയാണ്. അവൻ ആരുമല്ല. എന്നാൽ യോഹന്നാൻ ആരാണ്? യേശു അവനെ കുറിച്ച് പറഞ്ഞതായ സാക്ഷ്യം എന്താണ്? യേശു പറഞ്ഞത് ഇങ്ങനെയാണ്, സ്ത്രീകളിൽ വെച്ച് ജനിച്ചവരിൽ വെച്ച് യോഹന്നാനേക്കാൾ വലിയവൻ വേറെ ആരുമില്ല. അങ്ങനെ ലോകത്തിൽ സ്ത്രീകളിൽ വെച്ച് ജനിച്ചവരിൽ വെച്ച് ഏറ്റവും വലിയവനെന്ന് കർത്താവ് സാക്ഷ്യപ്പെടുത്തിയതായ ആ വ്യക്തിയാണ് പറയുന്നത്, ഞാൻ ഒന്നുമില്ല, ഞാൻ ആരുമല്ല, ഞാനൊരു ശബ്ദം മാത്രമാണ്. ദൈവത്തിന് സ്തോത്രം. എന്നെ കേൾക്കുന്നതായ ദൈവത്തിന്റെ ജനമേ, യേശുവിന്റെ പിന്നാലെ പോകുവാൻ നീ തയ്യാറാകുന്നുവെങ്കിൽ, നീ അതിന് തീരുമാനമെടുത്തിരിക്കുന്നുവെങ്കിൽ, നീ നിന്നെ തന്നെ ഡിനൈ ചെയ്തെങ്കിലേ മതിയാകുള്ളൂ, നിന്നെ തന്നെ തള്ളി പറഞ്ഞെങ്കിലേ മതിയാകുള്ളൂ. ഞാനെന്ന് പറയുന്നത് ഒരു വിഷയമല്ല. ഇവിടെ ഞാനെന്ന് പറയുന്നതായ ഒരു കാര്യം ഇവിടെ വെളിപ്പെടുന്നില്ല. എന്നിൽ കൂടെ വെളിപ്പെടേണ്ടത് ക്രിസ്തു മാത്രം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പോസ്തലൻ പൗലോസ് പറയുന്നുണ്ടല്ലോ, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. യോഹന്നാൻ സ്നാപകൻ പറഞ്ഞ വാചകം ഓർക്കുന്നുണ്ടല്ലോ, ഞാൻ കുറയട്ടെ, അവനോ വളരട്ടെ. ദൈവത്തിന് സ്തോത്രം. പലപ്പോഴും ആ വാചകം തിരിഞ്ഞു പോകുന്നതായ അനുഭവമായി പോകുന്നുവോ എന്ന് ഞാൻ ഓർക്കാറുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്താണ് ഞാൻ വളരട്ടെ അവനോ കുറയട്ടെ എന്നുള്ളതായ ആ ഒരു വാക്യമായി അത് തിരിഞ്ഞു പോകുന്നു എന്ന് നാം സ്വയശോധനയുണ്ടായിട്ടുണ്ട്. അതേ ദൈവമക്കളെ, യേശു വളരുവാനും ഞാനെന്ന് പറയുന്നത് കുറയുവാനും ഇടയായി തീരണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. രണ്ടാമതായിട്ട് യേശുവിനെ അനുഗമിപ്പാൻ വേണ്ടി താല്പര്യപ്പെടുന്നതായ ആളിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതായ കാര്യം, അവൻ തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ക്രൂശിനെ കുറിച്ച് നമുക്ക് കേൾക്കുവാനിടയായിട്ടുണ്ട്. കഷ്ടതയാണ് എന്നുള്ളതായ വ്യാഖ്യാനം നമ്മൾ കേട്ടിട്ടുണ്ട്. ക്രൂശ് റോമൻ ഭരണാധികാരികൾ ആളുകളെ കൊല്ലുവാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നതായ ഒരു മാർഗമാണ് ക്രൂശ് കൊല്ലുക എന്നുള്ളത്. യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ ക്രൂശിനെ കുറിച്ച് നല്ല പരിചയമുണ്ട്. യേശുവിന് ഏതാണ്ട് 11 വയസ്സുള്ളതായ സമയത്ത് നസ്രയത്തിന്റെ അടുക്കലുള്ളതായ 4 കിലോമീറ്റർ അടുക്കലുള്ളതായ ഒരു പട്ടണത്തിൽ റോമ ഗവൺമെന്റിന്റെ പട്ടാളക്കാർ ആസ്ഥാനമാക്കിയിരുന്ന ഇടത്ത് ഗലീലക്കാരനായ യൂദ എന്നു പേരുള്ളതായ ഒരു തീവ്രവാദിയുടെ നേതൃത്വത്തിൽ ഒരു വലിയ കലഹം ഉണ്ടാകുകയും റോമൻ പട്ടാളത്തിന്റെ ആയുധപ്പുര കവർ ചെയ്യുകയുണ്ടായി. ഈ വസ്തുത അറിഞ്ഞതായ റോമൻ പടയാളികൾ ആ പട്ടണത്തെ നശിപ്പിച്ചു. ആ പട്ടണത്തെ തീയിട്ടു, ചെറിയവരെയും വലിയവരെയെല്ലാം കൊന്നു. അനേക ക്രൂശുകൾ ഉണ്ടാക്കി ഓരോരുത്തരെയും പിടിച്ച് ആ തെരുവീഥികളിൽ അവരെ നെടുനീളെ അവരെ ക്രൂശിക്കുവാനിടയായി. ക്രൂശിക്കുവാൻ കൊണ്ടുപോകുന്നതായ ഒരു വ്യക്തിയുടെ കയ്യിൽ അവനെ ക്രൂശിക്കുവാനുള്ളതായ ആ ക്രൂശും അവന്റെ കയ്യിൽ ഉണ്ടായിരിക്കും.
ഇങ്ങനെ തൻ്റെ ചെറുപ്രായത്തിൽ തന്നെ ക്രൂശിനെ കുറിച്ച് നല്ലൊരു അറിവുണ്ട്. തൻ്റെ ബാല്യപ്രായത്തിൽ നോക്കിയപ്പോൾ റോമൻ പടയാളികൾ ഓരോ ക്രൂശും ഓരോ മനുഷ്യന്റെ കയ്യിൽ കൊടുത്തിട്ട് അവരെ നടത്തിക്കൊണ്ടു പോവുകയാണ്. റോമൻ തെരുവുകളിൽ അവർ ആ ക്രൂശുകൾ നാട്ടി അവരെ അതിന്മേൽ തന്നെ ക്രൂശിച്ചു. ഓരോരുത്തരും കൊണ്ടുപോയതായ ക്രൂശന്മേൽ, അവരവർ കൊണ്ടുവന്നതായ ക്രൂശന്മേൽ അവരവരെ തന്നെ ക്രൂശിച്ചു. ഈ ക്രൂശ് ഒരാൾ ചുമന്നുകൊണ്ട് പോകുമ്പോൾ അവന് അറിയാം എന്തിനാണ് ഞാൻ ഈ ക്രൂശ് കൊണ്ട് പോകുന്നതെന്ന്. ഒറ്റ ഒരു ലക്ഷ്യമേ ഉള്ളൂ ആ ക്രൂശ് കൊണ്ട് പോകുന്നത് കൊണ്ട് ഉണ്ടാകുന്നത്. ആ ക്രൂശ് കൊണ്ട് പോകുന്ന വ്യക്തിയോട് ചോദിക്കുക, നീ എവിടെ പോകുന്നു എന്ന് ചോദിച്ചാൽ അവന് പറയാനുള്ളത്, ഞാൻ ഇതും കൊണ്ട് എത്തിച്ചേരാൻ ഇടത്തി ചെല്ലുമ്പോൾ എന്നെ ഇതിന്മേൽ ക്രൂശിക്കും. എന്നെ ക്രൂശിക്കാനുള്ളതായ ഒരു വസ്തുവാണിത്. ക്രൂശ് കാണുമ്പോൾ, ക്രൂശ് കയ്യിലിരിക്കുമ്പോൾ അതിനെക്കുറിച്ച് ആ വ്യക്തിക്ക് ഒട്ടും സന്തോഷിപ്പാനില്ല. അത് അവന്റെ മരണത്തിനു വേണ്ടിയുള്ള ആയുധമാണെന്നുള്ളത് അവന് നല്ല ബോധ്യമുണ്ട്. യേശു പറയുകയാണ്, നീ എന്റെ പിന്നാലെ വരുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിനക്ക് വേണ്ടിയുള്ളതായ ഒരു ക്രൂശ് കൂടെ നീ എടുത്തുകൊള്ളണം. എന്താണ് അതിൽ നിന്ന് അർത്ഥമാകുന്നത്? എന്റെ പിന്നാലെ ഒരുവൻ വരുവാൻ തീരുമാനിച്ചാൽ ക്രൂശൂടെ കയ്യിലിരിക്കട്ടെ. എന്തിനു വേണ്ടി? നിന്നെ വേണ്ടിയ സമയത്ത് എനിക്ക് വേണ്ടി മരിക്കുവാൻ ആ അവസരം ഉണ്ടാകുകയാണെങ്കിൽ അതിനായിട്ടുള്ള ക്രൂശും കൂടെ എടുത്തുകൊണ്ട് വേണം ഇറങ്ങിപ്പുറപ്പെടുവാൻ എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം, യേശുവിന്റെ പിന്നാലെ വരുന്നവൻ ജീവിക്കാൻ വേണ്ടി ഇറങ്ങുകയല്ല, മരിക്കാൻ വേണ്ടിയാണ് ഇറങ്ങിപ്പുറപ്പെടുന്നത് എന്നാണ് കയ്യിലിരിക്കുന്നതായ ക്രൂശ് വിളിച്ചിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരെ, ദൈവമക്കളെ, സഹോദരി സഹോദരന്മാരെ, യേശുവിന്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നതായ നാം നമ്മെ തന്നെ വെറുക്കുവാൻ, നമ്മെ തന്നെ ഡിനൈ ചെയ്യുവാൻ, നാം ഒന്നുമില്ല എന്നുള്ള വസ്തുത സമ്മതിച്ചുകൊണ്ട് യേശുവിന്റെ പിന്നാലെ കടന്നു ചെല്ലുവാൻ അല്ല, നാം എപ്പോൾ വേണമെങ്കിലും യേശുവിന് വേണ്ടി മരിക്കാൻ തയ്യാറാണെന്നുള്ള വസ്തുത വെളിപ്പെടുത്തിക്കൊണ്ടുള്ളതായ എനിക്ക് വേണ്ടിയുള്ള ക്രൂശൂടെ എന്റെ തോളിൽ എടുത്തുകൊണ്ട്, എന്റെ കരങ്ങളിൽ എടുത്തുകൊണ്ട് തന്നെ പുറപ്പെടുവാൻ നമ്മെ തന്നെ ഇന്ന് രാത്രികാലം സമർപ്പിക്കാൻ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ പരേതനായ മുണ്ടിയപ്പള്ളി അപ്പച്ചൻ പറയുമായിരുന്നു, നീ കൊതുകിനെ പോലെ വേണം കർത്താവിന്റെ വേലയ്ക്ക് പോകുവാനെന്ന്. എന്ന് പറഞ്ഞാൽ മരിക്കാൻ തയ്യാറായി, ചാകാൻ തയ്യാറായിട്ട് വേണം പോകുവാനെന്ന്. അതേ പ്രിയമുള്ളവരെ, നമ്മുടെ ക്രൂശൂടെ കയ്യിലിരിക്കട്ടെ. എന്തിനു വേണ്ടി? മരിക്കാൻ തയ്യാറായിട്ട്. ദൈവത്തിന് സ്തോത്രം. മരിക്കുവാൻ വേണ്ടി, ജീവിക്കുവാൻ വേണ്ടിയല്ല, മരിക്കുവാൻ വേണ്ടി. എന്നാൽ പ്രാണനെ കളയുവാൻ തയ്യാറാകുന്നവർക്ക് ദൈവം അതിനെ മടക്കി നൽകുവാൻ ഇടയായി തീരും. ദൈവത്തിന് സ്തോത്രം. നീ നിന്റെ പ്രാണനെ ത്യജിക്കുവാൻ തയ്യാറായാൽ നീ അതിനെ കളയുകയില്ല, നീ അതിനെ നേടുക തന്നെ ചെയ്യും. നേടാൻ ശ്രമിച്ചാൽ ഒരു പക്ഷെങ്കിൽ കളഞ്ഞു എന്ന് വന്നേക്കാം. ദൈവത്തിന് സ്തോത്രം. ഞാൻ പലയിടത്തും സാക്ഷ്യം പറയുന്നതായ ഒരു വസ്തുതയുണ്ട്. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി 1983 ഞാൻ ബോംബെയിലായിരിക്കുമ്പോഴാണ് അതിനുവേണ്ടി സമർപ്പിച്ച് ഇറങ്ങിത്തിരിച്ചത്. ഒരു മെയ് മാസത്തിലായിരുന്നു ഞാൻ ഇവിടെയൊക്കെ ബൈബിൾ സ്കൂളിൽ പഠിക്കുവാൻ വേണ്ടി കടന്നു വന്നത്. അന്ന് ഞാനിങ്ങനെ തീരുമാനമെടുക്കുകയുണ്ടായി. എൻ്റെ ആ മനോഭാവം ഇതായിരുന്നു, ഇനിയും സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുന്നു, ജീവിതത്തിൽ കഷ്ടങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുന്നു, പട്ടിണി കിടക്കേണ്ടി വരുമായിരിക്കും, പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരുമായിരിക്കും. എന്നാൽ ഞാൻ ഇങ്ങനെ തീരുമാനിച്ച ദൈവത്തോടെ, ദൈവമേ, ഇനിയും കഷ്ടത അനുഭവിക്കാൻ പോവുകയാണ്, കഷ്ടങ്ങൾ സഹിപ്പാൻ ഞാനിതാ എന്നെ തന്നെ സമർപ്പിക്കുന്നുവെന്ന് പറഞ്ഞ് ഞാൻ സമർപ്പിപ്പാനിടയായി. എന്നാൽ പ്രിയമുള്ളവരെ, ഈ 30 വർഷത്തെ എൻ്റെ ശുശ്രൂഷ കാലയളവിന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ വലിയ തോതിലുള്ള കഷ്ടതകളൊന്നും എൻ്റെ ജീവിതത്തിൽ വന്നിട്ടില്ല എന്ന് വേണം പറയുവാൻ. എന്നാൽ എൻ്റെ സാമ്പത്തിക വിഷയത്തിൽ മാത്രം 3 പ്രാവശ്യം എനിക്ക് പരിശോധനയുണ്ടായി. എന്ന് പറഞ്ഞാൽ സാമ്പത്തികം ഇല്ലാത്തതായ അനുഭവം ഉണ്ടായി. ഞാനൊരു തീരുമാനം എടുത്തിരുന്നു, എൻ്റെ ആവശ്യം ഒരുത്തരോട് പറയുകയില്ല, ആരോടും ഞാൻ കടം വാങ്ങിക്കുകയില്ല, എനിക്ക് കിട്ടുന്നതിൻ്റെ ഇത്ര ശതമാനം കർത്താവിന് കൊടുക്കുമെന്ന്. എന്നാൽ ഈ തീരുമാനം ഞാൻ പാലിക്കുമെന്ന് അറിയാൻ വേണ്ടി ആയിരിക്കാം എൻ്റെ കർത്താവിനെ ഒരു പരീക്ഷ കൂടെ കിടത്തി 3 പ്രാവശ്യം ഞാൻ സാമ്പത്തിക നന്മയില്ലാതെ പ്രയാസം അനുഭവിക്കേണ്ടതായ സാഹചര്യം ഉണ്ടായി. ഒന്ന് ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് മടങ്ങിപ്പോകുവാൻ വണ്ടിക്കൂലില്ലാതെ ഞാൻ നടക്കേണ്ടി വന്നു. നടന്നു പോകുമ്പോൾ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ പറഞ്ഞു, വേല ചെയ്യുന്നവൻ കൂലിക്ക് യോഗ്യനാണ്. ഞാൻ കുറച്ച് ട്രാക്ട് എടുത്ത് വിതരണം ചെയ്തുകൊണ്ട് നടക്കുവാൻ തുടങ്ങി. അന്ന് തിരുവല്ലയിൽ എൻ്റെ സിസ്റ്റർ താമസിക്കുന്നുണ്ട്, അവിടെ പോയിട്ട് ഞാൻ മടങ്ങി വന്നു. പിറ്റേ ദിവസം മടങ്ങിപ്പോരുകയാണ്, പൈസ ഇല്ല, നടന്നു തന്നെ പോന്നു. നടന്ന് ഈ തോട്ടഭാഗത്തിനപ്പുറത്ത് വന്നപ്പോൾ എൻ്റെ നടക്കാൻ എനിക്ക് വയ്യാതെയായി. ഞാനിങ്ങനെ കണ്ണടച്ച് നടന്നുകൊണ്ട് തന്നെ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, എനിക്കിനി നടക്കാൻ വയ്യ, എന്തെങ്കിലും ഒരു മാർഗം ഒരുക്കണമെന്ന് ഇങ്ങനെ നടന്നു പറഞ്ഞു. ആ പ്രാർത്ഥന അവസാനിക്കുന്നതിന് മുമ്പ് ഒരു സ്കൂട്ടർ എൻ്റെ വലതുഭാഗത്ത് വന്നു. എൻ്റെ ഒരു സ്നേഹിതനായിരുന്നു അത്, KS ആൻകുട്ടി എന്ന് പറയും, IPC കുമ്പനാട് സെന്ററിൽ അദ്ദേഹം പ്രവർത്തിക്കുന്നു.
അദ്ദേഹം ചോദിച്ചു, എന്താ നടക്കുന്നത്? എൻ്റെ കയ്യിൽ പൈസ ഇല്ലെന്നുള്ള കാര്യം മറ്റുള്ള പറയുവാൻ എനിക്ക് മടിയാറ്. ഞാൻ പറഞ്ഞു, ട്രാക്റ്റുകൾ കൊടുത്തു പോകുന്നതാണ്, എന്നെ കയറ്റി ഇവിടെ കൊണ്ടിറക്കുവാനിടയായി. അങ്ങനെ 3 പ്രാവശ്യം, സമയം അത് വിശദീകരിക്കാൻ വേണ്ടി സമയം എടുക്കുന്നില്ല, 3 പ്രാവശ്യം ദൈവം എന്നെ കഷ്ടത്തിൽ കൂടെ കടത്തേണ്ടതായ സാഹചര്യം ഉണ്ടായെങ്കിലും അത്ഭുതകരമായ നിലയിൽ ഈ 3 പ്രാവശ്യവും ദൈവം വഴിയൊരുക്കി എന്നുള്ളതാണ് എനിക്ക് അഭിമാനത്തോടെ ഓർക്കുവാനുള്ളത്. ദൈവത്തിന് സ്തോത്രം. എനിക്ക് മുൻപേ സംസാരിച്ചതായ കർത്താവിൻ്റെ ദാസൻ പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ദൈവത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയായിരുന്നു. ദൈവമേ, ജീവിതത്തിൽ ഇതുവരെയും ബുദ്ധിമുട്ടുകളില്ലാതെയും പ്രയാസങ്ങളില്ലാതെയും ഒക്കെ വന്നിട്ടുണ്ട്. എന്നാൽ അവയുടെ എല്ലാം മുൻപിൽ ദൈവം വഴികൾ തുറന്ന് നടത്തിയതായ ആ വഴിയെ ഓർക്കുമ്പോൾ ഓർത്തുകൊണ്ട് ഞാൻ വളരെ നന്ദിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. അതേ പ്രിയമുള്ളവരെ, നഷ്ടമാക്കുവാൻ തയ്യാറായാൽ, മരിക്കുവാൻ തയ്യാറായാൽ, ക്ലേശം സഹിപ്പാൻ തയ്യാറായാൽ, കഷ്ടം സഹിപ്പാൻ തയ്യാറായാൽ അതിന് ദൈവം നിന്നെ അനുവദിക്കുകയില്ല. അതിന് നടുവിൽ നീക്കുപോക്കുകൾ നൽകി ദൈവം നിന്നെ നടത്തുവാനിടയായി തീരുന്ന. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് യേശുവിന്റെ പിന്നാലെ പോകുവാൻ നീ തയ്യാറായിരിക്കുന്നുവെങ്കിൽ, തീരുമാനിച്ചിരിക്കുന്നുവെങ്കിൽ 2 കാര്യം കർത്താവ് പറയുന്നു. 1, നിന്നെ തന്നെ ത്യജിക്കുക, നിന്നെ തന്നെ ഡിനൈ ചെയ്യുക, ഞാൻ എന്നെ അറിയുന്നില്ല എന്ന് നീ പരസ്യമായി പ്രഖ്യാപിക്കുക. 2, നീ നിന്റെ ക്രൂശ് എടുക്കുക എന്ന് പറഞ്ഞാൽ മരിക്കുവാൻ തയ്യാറായി കർത്താവിന്റെ പിന്നാലെ പുറപ്പെടുക. ദൈവത്തിന് സ്തോത്രം. മരിക്കുവാൻ തയ്യാറായി പുറപ്പെടുക. ക്രിസ്തീയ വിശ്വാസികളുടെ ദൗത്യം അതാണ്. പട്ടാളക്കാരന്റെ ദൗത്യമാണല്ലോ ക്രിസ്തീയ വിശ്വാസിയുടെ ദൗത്യം എന്ന് പറയുന്നത്. ഒരു പട്ടാളക്കാരന്റെ ദൗത്യം എന്ന് പറയുന്നത് പോർക്കളത്തിൽ വീണു മരിക്കുക, അതുവരെയും പോരാടുക എന്നുള്ളതാണ്. ഇത് തന്നെയാണ് ഒരു വിശ്വാസിയെ കുറിച്ചും ദൈവത്തിന്റെ വചനം പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. രണ്ടാമതായി വായിച്ചതായ വേദഭാഗത്ത് മറ്റൊരു കാര്യമാണ് കാണുന്നത്. യേശുവിനെ അനുഗമിക്കുന്നതായ വ്യക്തികൾ എടുക്കേണ്ടതായ 2 കാര്യങ്ങളിൽ ഒന്നാണ് ക്രൂശ് എന്ന് പറയുന്നത്. രണ്ടാമത് എടുക്കുവാൻ പറഞ്ഞിരിക്കുന്നതായ ആ ഒരു കാര്യമാണ് നമ്മൾ മത്തായി 11 അവസാന ഭാഗത്ത് വായിപ്പാനിടയായത്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. എൻ്റെ നുകം മൃദുവും ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകിയാൽ എൻ്റെ നുകം ഏറ്റെടുത്തുകൊണ്ട് എന്നോട് പഠിപ്പീൻ. ദൈവത്തിന് സ്തോത്രം. രണ്ടാമതായി കർത്താവിനെ അനുഗമിക്കുന്നവരായ ആളുകളോട് പറയുന്നത് അവരെടുക്കേണ്ടതായ കാര്യം നുകമാണ്. നുകം, അവരുടെ കഴുത്തിൽ വെക്കേണ്ടതായ നുകം. നുകം എന്തിനാണ് നമുക്ക് ഉപയോഗിക്കുന്നത് അറിയാം. കാളകളെ നിലം ഉഴുവാന്, വണ്ടി വലിക്കുവാന് വേണ്ടിയാണ് നുകം ഉപയോഗിക്കുന്നത്. ഈ നുകത്തെക്കുറിച്ചും യേശുക്രിസ്തുവിന് നല്ല പരിചയമാണ്. ഞാനൊരു പുസ്തകത്തിൽ വായിച്ചത് നസ്രത്ത് പട്ടണം കാർപ്പന്റേഴ്സിന്റെ സ്ഥലമാണ്. അവിടെ പ്രഥമമായി ഉണ്ടാക്കുന്നതായ ഒരു വസ്തുതയാണ് ഈ നുകം എന്ന് പറയുന്നത്. ആ നുകം ഉണ്ടാക്കുന്നതിനകത്തും പ്രാവീണ്യം നേടിയതായ ആളുകളുണ്ട്. യേശുക്രിസ്തു ആ നിലയിൽ നുകമുണ്ടാക്കുവാൻ പ്രാവീണ്യം നേടിയതായ ഒരു തച്ചനായിരുന്നു എന്നാണ് എനിക്ക് ആ പുസ്തകത്തിൽ വായിപ്പാനിടയായത്. ദൈവത്തിന് സ്തോത്രം. അവിടെ ഇങ്ങനെ ഓരോ വീടിന്റെ മുൻപിൽ ഒരു കൊച്ചു ബോർഡും തൂക്കുമായിരുന്നു. നല്ല നിലയിലുള്ളതായ നുകം ഉണ്ടാക്കി കൊടുക്കുന്നതായ ഇടം എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാകത്തക്ക നിലയിൽ അതിനൊരു പരസ്യം പോലെ ഒരു ബോർഡ് കൂടെ കൊടുക്കുമായിരുന്നു. ഈ നുകം ഉണ്ടാക്കുമ്പോൾ ആ കാലങ്ങളിൽ കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടുന്നതായ വസ്തുതയാണല്ലോ കലപ്പ എന്ന് പറയുന്നത്. അതിന് നുകം ആവശ്യമാണ്, കാളകൾ ആവശ്യമാണ്. എല്ലാവരുടെയും വീടുകളിൽ അത് ആവശ്യമായിരിക്കും. ഒരേ കാളയെ എടുക്കുമ്പോൾ ആ കാളയുടെ സൈസ് എടുത്ത് അളവ് ചെയ്ത് അതിന്റെ കഴുത്തിന് യോജിക്കുന്നതായ നുകമാണ് ഉണ്ടാക്കുന്നത്. അത് അതിനെക്കുറിച്ചൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്, ഞാൻ അത് പറയുന്നില്ല. അപ്പോൾ അങ്ങനെ നുകമുണ്ടാക്കി കൊടുക്കുന്നതായ ആ ഒരു ഗ്രാമമായിരുന്നു നസ്രത്ത്. യേശുവും നല്ല നല്ല നുകമുണ്ടാക്കി കൊടുക്കുന്ന വ്യക്തിയായിരുന്നു. അപ്പോൾ ഓരോരുത്തരുടെയും നുകത്തെക്കുറിച്ച് കംഫർട്ടബിൾ ആയിട്ടുള്ളതായ നുകം ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കുമെന്നുള്ളതായ ആ പരസ്യം അവരുടെ വീടുകളുടെ മുമ്പിൽ തൂക്കുമായിരുന്നു. ഇവിടെ യേശുക്രിസ്തുവും നമ്മളോട് പറയുന്നത്, ഞാൻ നൽകുന്നതായ നുകം, എൻ്റെ നുകം എന്ന് പറയുന്നത് അത് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളതാണ്. മറ്റുള്ളിടത്തും കിട്ടുന്ന നുകം പോലെ അല്ല എൻ്റെ നുകം. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ നുകം വാങ്ങിക്കണം. നസ്രത്തിലിയ ആ വ്യാപാര ആ രീതിയാണത്. എൻ്റെ നുകം വളരെ മൃദുവാണ്, എൻ്റെ നുകം, എൻ്റെ ചുമട് ലഘുവാണ്, നിങ്ങൾ ഈ നുകം വാങ്ങിക്കുക, ഇത് കംഫർട്ടബിൾ ആയിട്ടുള്ളതായ നുകമാണ് എന്നുള്ളതായ ഒരാശയത്തിലാണ് ഇവിടെ പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. നുകം വെക്കുമ്പോൾ 2 കാളയെ ഒരുമിച്ചാണ് നുകം വെക്കുന്നത്. നുകം വെച്ച് പരിചയമില്ലാത്തതായ കാളയാണ് കിട്ടുന്നതെങ്കിൽ അതിനെന്താണ് ചെയ്യുക എന്നറിയാമോ?
നുകം വെച്ച് പരിചയമുള്ളതായ ഒരു കാളയുടെ കൂടെ നുകം വെച്ച് പരിചയമില്ലാത്തതായ മറ്റേ കാളയെ കെട്ടി ആണ് ഉഴുവാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. രണ്ട് കാളയും നുകം വെച്ച് പരിചയമില്ലാത്തതാണെങ്കിൽ അവയ്ക്ക് അത് പ്രായോഗികമായി നടപ്പിലാക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് ചെയ്യുന്നത്, നുകം വെച്ച് പരിചയമുള്ളതായ ഒരു കാളയും നുകം വെച്ച് പരിചയമില്ലാത്തതായ മറ്റേ കാളയും കൂടെ ഒരുമിച്ച് ചേർത്ത് നുകത്തിന്റെ കീഴിൽ വെച്ചിട്ട് അവയെ നിലം ഉഴുവാൻ വേണ്ടി ഉപയോഗിക്കും. അപ്പോൾ അറിയാൻ വയ്യാത്തതായ കാള അറിയാവുന്ന കാള എങ്ങനെ ചെയ്യുന്നുവോ അതിനോട് ചേർന്ന് അത് മനസ്സിലാക്കി അത് കലപ്പ വലിക്കുവാൻ തുടങ്ങും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു എന്താണ് പറഞ്ഞത്? എന്റെ നുകം മൃദുവാണ്, നിങ്ങൾ ഈ നുകം ഏറ്റെടുക്കണം. എന്നിട്ട് നിങ്ങൾക്ക് ഈ നുകം ചുമക്കുവാനുള്ളതായ അല്ലെങ്കിൽ കഴുത്തിൽ വെക്കുവാനുള്ളതായ പരിചയമില്ല എങ്കിൽ നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം, നിങ്ങൾ എന്നോട് ചേർന്ന് പഠിക്കണം, എന്നെ നോക്കണം. ഞാനാണ് നിങ്ങളുടെ മറുവശത്ത് നിൽക്കുന്നത്. നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. ഞാൻ തികഞ്ഞ ഇത് പഠിച്ചതായ ഇത് മനസ്സിലാക്കിയതായ നുകം വെച്ച് പരിചയമുള്ളതായ ഒരു വ്യക്തിയാണ് ഞാന്. അതുകൊണ്ട് നിങ്ങളുടെ നുകത്തിന്റെ ഒരു വശത്ത് ഞാനാണ് കഴുത്ത് വെച്ചിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. എന്നെ കേൾക്കുന്നതായ ദൈവമക്കളെ, ഞാൻ കർത്താവിന് വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയപ്പോൾ ഏകനായി എങ്ങനെ വേല ചെയ്യുമെന്നുള്ളതായ ചിന്ത എന്നെ ഭരിച്ചിട്ടുണ്ട്. എന്നാൽ ഞാൻ ഒരു കാര്യം പറയാം, എന്നെ ഈ നുകത്തിന്റെ കീഴിൽ കയറ്റി വെച്ചപ്പോൾ ആ നുകത്തിന്റെ മറുവശത്ത് ഇതിൽ അഭ്യാസം തികഞ്ഞവനായ കർത്താവായ യേശുക്രിസ്തു ആയിരുന്നു ആ നുകത്തിന്റെ മറുവശത്ത് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഇതുവരെയും പരാജയം ഉണ്ടായിട്ടില്ല. ഞാൻ പരാജയപ്പെടുവാനിടയായിട്ടില്ല. എന്നെ ഇന്ന് കേൾക്കുന്ന ദൈവത്തിന്റെ ദാസന്മാരെ, ദൈവമക്കളെ, നിങ്ങൾ ഒറ്റയ്ക്കല്ല നുകം ചുമക്കുന്നത്. നുകം കഴുത്തിൽ വെച്ച് അഭ്യാസം പ്രാപിച്ചതായ തികഞ്ഞ അഭ്യാസം പ്രാപിച്ചവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തന്നെയാണ് അതിന്റെ മറുവശം പിടിച്ചിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം. നിനക്ക് ഇഷ്ടമുള്ളിടത്തോട്ട് പോവുകയല്ല, നിന്റെ കൂടെ നുകത്തിന് വെച്ചിരിക്കുന്നതായ ആ കർത്താവിനോട് ചേർന്ന് അവനോട് ചേർന്ന് പഠിക്കുക. പ്രൈസ് ദി ലോർഡ്. നിനക്ക് അഭ്യാസമില്ല, നുകം വെച്ച് പരിചയമില്ല, ആദ്യമായിട്ടായിരിക്കാം നുകം വെക്കുന്നത്. പക്ഷെങ്കിൽ പരിചയമുള്ള ഒരാള് നിന്റെ ഒരു വശത്തുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ ഇടത്തോ വലത്തോ നിൽക്കുന്നതായ നിന്റെ കൂടെ വലിക്കുവാൻ വേണ്ടി നിൽക്കുന്നതായ വ്യക്തി ആരാണെന്ന് അറിയാമോ? അത് നമ്മുടെ സഭയിലെ വേറൊരു വിശ്വാസിയല്ല, നിനക്ക് കൂട്ടായി വന്നിരിക്കുന്ന ഭാര്യയോ ഭർത്താവോ അല്ല, നിന്റെ മാതാപിതാക്കളല്ല അവിടെ നിൽക്കുന്നത്, സഭയുടെ നേതൃസ്ഥാനത്തിരിക്കുന്നതായ ദൈവദാസന്മാർ ആരുമല്ല അവിടെ നിൽക്കുന്നത്. പിന്നെയോ വിളിച്ചവനായ ദൈവം. ഹല്ലേലൂയ. നിന്റെ നാഥനായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തു, അവനാണ് നുകത്തിന്റെ മറുവശം ചുമക്കുന്നത്. അതുകൊണ്ടാണ് എന്റെ നുകം, എന്റെ ചുമട് എനിക്കത് ലഘുവായി തോന്നുന്നത്. ദൈവത്തിന് സ്തോത്രം. അതല്ലെങ്കിൽ ഞാൻ പണ്ടേ വീണുപോകുമായിരുന്നു. ഈ നുകത്തിന്റെ അടിയിൽ ഞാൻ പെട്ടുപോകുമായിരുന്നു, ഞാൻ അവിടെ വീണുപോകുമായിരുന്നു. എന്നാൽ വീഴാനിടയാകാതിരുന്നത്, പലപ്പോഴും വീഴുവാൻ തുടങ്ങിയെങ്കിലും വീഴാതിരുന്നതിന്റെ കാരണം ശക്തനായവന്റെ കലപ്പയുടെ എന്റെ നുകത്തിന്റെ മറുവശം പിടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് എനിക്ക് നിൽക്കുവാൻ ഇടയായി തീർന്നത്. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ദാസന്മാരെ, നിങ്ങൾ ഒറ്റയ്ക്കല്ല നുകം ചുമക്കുന്നത്. നിങ്ങൾ ഒറ്റയ്ക്കല്ല നുകം ചുമക്കുന്നത്. പരിചയമില്ലാത്ത വ്യക്തിയല്ല നിങ്ങളോടൊപ്പം നിൽക്കുന്നത്. തികഞ്ഞ അഭ്യാസം പ്രാപിച്ചവൻ. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് തന്നെ എബ്രായ ലേഖനത്തിൽ പറയുന്നത് എന്താണ്? കഷ്ടങ്ങളിൽ കൂടി അനുസരണം പഠിച്ച് തികഞ്ഞവനായി തീർന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. ദൈവത്തിന് സ്തോത്രം. അനുസരണം പഠിക്കണമെങ്കിൽ കഷ്ടങ്ങളിൽ കൂടെ കടന്നു പോയെങ്കിലേ മതിയാകുള്ളൂ. കഷ്ടത്തിൽ കൂടെ കടന്നു പോകാതെ ഒരു വ്യക്തിക്ക് അനുസരണം പഠിപ്പാൻ കഴിയത്തില്ല. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് അനുസരണം പഠിച്ച് തികഞ്ഞവനായി തീർന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തന്നെയാണ് എന്റെ നുകത്തിന്റെ ഒരു വശം ചുമക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. യേശുക്രിസ്തു നിങ്ങളുടെ നുകത്തിന്റെ മറുവശം ചുമക്കുന്നുവെന്ന് ആ ചിന്തയും ആ ബോധ്യവുമുള്ള ദൈവമക്കൾ എത്ര പേരുണ്ട് ഇവിടെ? ദൈവത്തിന് സ്തോത്രം. ഞാൻ ഒറ്റയ്ക്കല്ല ഈ നുകം ചുമക്കുന്നത്. എന്റെ പ്രാണനാഥൻ എനിക്ക് വേണ്ടി, എന്നെ പഠിപ്പിക്കുവാൻ വേണ്ടി എന്റെ മറുവശത്തുണ്ടെന്ന് ഉള്ള ബോധ്യം എത്ര ദൈവദാസന്മാർക്കുണ്ട്, എത്ര ദൈവമക്കൾക്കുണ്ട്? ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അവനോട് ചേർന്ന് ഈ നുകം വലിക്കുവാൻ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെയും തികഞ്ഞിട്ടില്ല, ഇതുവരെയും പഠിച്ചു കഴിഞ്ഞിട്ടില്ല. അവനോട് ചേർന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. അനേക അനുഭവങ്ങളിൽ കൂടെ ദൈവം കടത്തിവിടുകയാണ്. കർത്താവ് ക്ഷണിച്ചതായ വിളിച്ചതായ ആളുകളെ കുറിച്ച് രണ്ട് പ്രയോഗങ്ങളോട് പറഞ്ഞിട്ടുണ്ട്.
അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും. രണ്ട് സമൂഹത്തെയാണ് ഇത് കാണിക്കുന്നത്. അധ്വാനിക്കുന്നവർ, ഭാരം ചുമക്കുന്നവർ. ഈ ഭാരം ചുമക്കുന്നവർ ആരാണെന്ന് ഞാൻ പറയുമ്പോൾ അധ്വാനിക്കുന്നവരാരാണെന്ന് മനസ്സിലാകും. ഇസ്രായേൽ മക്കൾക്ക് മോശ മുഖാന്തരം ലഭിച്ചതായ പ്രമാണം അവർക്ക് ദൈവം കൊടുത്തു. പക്ഷെങ്കിൽ ആ പ്രമാണം അനുസരിപ്പാൻ അവർക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. ന്യായപ്രമാണം എന്ന് പറയുന്നത് ഇസ്രായേൽ ജനത്തിന് ഒരു വലിയ ഭാരമായിരുന്നു, ഒരു വലിയ ബർഡനായിരുന്നു. ഈ ഭാരം ചുമന്ന് ചുമന്ന് അവർ കുഴയുകയാണുണ്ടായത്. ന്യായപ്രമാണത്തിന്റെ കഠിനതയെക്കുറിച്ച് പ്രസ്താവിക്കുന്നതായ, വിശദീകരിക്കുന്നതായ ഒരു കഥയുണ്ട്. ഇസ്രായേലിൽ ഒരു പാവപ്പെട്ടതായ സഹോദരി ഉണ്ടായിരുന്നു. 2 പെൺമക്കൾ, ഒരു ചെറിയ തുണ്ട് വസ്തു അവർക്കുണ്ട്. വേറെ ആരുമില്ല. അവർ തീരുമാനിച്ചു, നമ്മുടെ വസ്തു എങ്ങനെയെങ്കിലും കൃഷി ചെയ്ത് അല്പം ആഹാരം ഉണ്ടാക്കാം. അവര് നിലം ഉഴുവാൻ വേണ്ടിയുള്ളതായ ശ്രമം നടത്തിയപ്പോൾ മോശ, അതായത് ന്യായപ്രമാണം, അവിടെ കടന്നു വന്നവരോട് പറഞ്ഞു, നിങ്ങൾ നിലം ഉഴാൻ പോവുകയാണ്, കാര്യം ശരി, പക്ഷെങ്കിൽ 2 തരത്തിലുള്ള മൃഗങ്ങളെ വെച്ച് ഇവിടെ ഉഴാൻ പാടില്ല. ഒന്നുകിൽ കാള അല്ലെങ്കിൽ കഴുത, ഏതെങ്കിലും ഒരു ഇനത്തിൽപ്പെട്ടതേ ആകാവൂ. 2 ഇനത്തിൽപ്പെട്ടതിനെ പറ്റുകയില്ല. ഒക്കെ ഒരു വിധത്തിൽ അവരത് ചെയ്തു. രണ്ടാമതായി വിതയ്ക്കാൻ തുടങ്ങിയപ്പോൾ ന്യായപ്രമാണം വീണ്ടും വന്നവിടെ. എന്നിട്ട് പറഞ്ഞു, ഇവിടെ ഈ നിലത്തിൽ ഒറ്റ തരത്തിലുള്ള വിത്ത് മാത്രമേ എന്ത് ചെയ്യാവൂ, വിതയ്ക്കാവൂ. 2 തരം പറ്റുകയില്ല. എന്നാൽ പകുതി ഒരു വിത്തും പകുതി ഒന്നും പറ്റുകയില്ല. ഒരു തരത്തിലുള്ള വിത്തേ ഇവിടെ വിതയ്ക്കാവൂ. ഓക്കെ, അങ്ങനെ അവർ ചെയ്തു. അത് കഴിഞ്ഞ് കൊയ്ത്തിന്റെ സമയമായി. സന്തോഷത്തോടുകൂടി ആദ്യത്തെ കറ്റ കൊയ്ത് കെട്ടിവെച്ചപ്പോൾ ഇതാ മോശ പിന്നെ ഇവിടെ വന്നു. അതായത് ന്യായപ്രമാണം എന്താ പറഞ്ഞെന്നറിയാമോ? അതിങ്ങെടുക്ക്, ഇത് ആലയത്തിലേക്കുള്ളതാ. അവരതും കൊടുത്തു. അത് കഴിഞ്ഞ് വീണ്ടും കുഞ്ഞുങ്ങളോട് പറഞ്ഞു, മക്കളെ, ഉള്ളതൊക്കെ ആദ്യത്തെ കറ്റ കൊണ്ടുപോയി, ഇനി ബാക്കിയുള്ളതൊക്കെ തൂത്തുവാരി നമ്മള് കൊയ്തെടുക്ക് എന്ന് പറഞ്ഞ് ഇളയമോളും മൂത്തമോളും അമ്മയും കൂടെ, അമ്മ നടുക്ക് നിന്ന്, കുഞ്ഞുങ്ങൾ 2 പേരും 2 വശത്ത് നിന്ന് അങ്ങനെ കൊയ്ത് ആ വയലിന്റെ അരികിലേക്ക് കൊയ്യാൻ തുടങ്ങിയപ്പോൾ മോശ പിന്നെ അവിടെ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു, പറ്റുകയില്ല, അരികു തീർത്ത് കൊയ്യാൻ പാടില്ല. ഓക്കെ, അരികി കുറച്ചിട്ടച്ച് പിന്നെ ബാക്കിയെല്ലാം കൊയ്ത് കഴിഞ്ഞ് അമ്മ മോളോട് പറഞ്ഞു, മക്കളെ, വേണ്ട, നമ്മൾ കൊയ്തിടത്തെല്ലാം കതിരുകൾ കിടപ്പുണ്ട്, അതുകൂടെ വാരിക്കെട്ട്. കെട്ടാൻ തുടങ്ങിയപ്പോൾ മോശ പിന്നെയും വന്ന് പറഞ്ഞു, പറ്റുകയില്ല, കാല വെറുക്കാൻ പറ്റുകയില്ല, അത് അവിടെ ഇട്ടേക്കണം. വിചാരിച്ചു, ശല്യം, ഈ വയലിനിയും വിതയ്ക്കുന്നില്ല, ഇത് വിൽക്കാൻ പോവാ. അതവർ വിറ്റിട്ട് 2 ആട്ടിൻകുട്ടിയെ വാങ്ങിച്ചു. ആട്ടിൻകുട്ടിയെ വളർത്തി, അതിന് 2 കുഞ്ഞുങ്ങളുണ്ടായി. 2 കുഞ്ഞുങ്ങളുണ്ടായി, സന്തോഷിച്ചു. ആടിനെ വളർത്തി 2 കുട്ടികളുണ്ടായല്ലോ. അഹരോൻ അവിടെ പെട്ടെന്ന് വന്നിട്ട് പറഞ്ഞു, ആദ്യ പിറപ്പ് ഇനി തന്നേക്കണം. ആദ്യ ഫലം, ആദ്യം ജനിക്കുന്നതാ കടിഞ്ഞൂൽപ്പിറവി ആലയത്തിലേക്കുള്ളതാ. വളരെ വിഷണ്ണതയോടുകൂടി അവർ 2 ആടിനെയും കൊടുത്തു. അതിൻ്റെ രോമം കത്തിരിക്കുന്ന സമയം വന്നു. അപ്പോൾ പിന്നെ അഹരോൻ വന്ന് പറഞ്ഞു, ആദ്യമായി രോമം കത്തിരിക്കുന്നത് എവിടത്തേക്കുള്ളതാ? ആലയത്തിലേക്കുള്ളതാ. അതും കൊടുത്തു. ഈ തള്ള വിചാരിച്ചു, ഇതിനെ ഇനി വെച്ചേക്കുന്നില്ല, കൊന്നു തിന്നുക തന്നെ. കൊല്ലാൻ തുടങ്ങിയപ്പോൾ അഹരോൻ പിന്നെയും വന്നു, കൈക്കുറവും കവളും എനിക്കുള്ളതാ. ഇവർ വിചാരിച്ചു, ഞാൻ കൊല്ലുന്നില്ല, ദൈവത്തിനും കൊടുത്തേക്കാം. ഞാൻ ഇതിനെ ശബ്ദാർപ്പിതമായ ദൈവത്തിന് നേരുന്നു. അഹരോൻ പറഞ്ഞു, എന്നാൽ ഓക്കെ, ഒന്നും വിഷമിക്കേണ്ട, ഞാനിതിനെ കൊണ്ട് പോകുകയാ. അഹരോൻ 2 ആടിനെയും കൊണ്ടുപോയി. ന്യായപ്രമാണത്തിൽ കൂടെ അനുഭവിക്കേണ്ടി വരുന്നതായ ദുരിതത്തെ വെളിപ്പെടുത്തുവാൻ വേണ്ടിയുള്ളതായ ഒരു കഥയാണിത്. ന്യായപ്രമാണത്തിൻ്റെതായ അമിതഭാരം ചുമക്കുവാൻ കഴിയാതെ ഇസ്രായേൽ ജാതി വലഞ്ഞതായ സമയം, ആ ഭാരം ചുമക്കുന്നതായ, ന്യായപ്രമാണത്തിന്റെ ഭാരം ചുമക്കുന്നതായ ഇസ്രായേൽ ജാതിയോട് തമ്പുരാൻ പറയുകയാണ്, യേശുനാഥൻ പറയുകയാണ്, നിങ്ങൾ ഭാരം ചുമന്ന് മടുത്തത് മതി, ഇനി ന്യായപ്രമാണത്തിന്റെ ഭാരം നിങ്ങൾ ചുമക്കണ്ട, നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് വരിക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. പ്രൈസ് ദി ലോർഡ്. ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികൾ കൊണ്ട്
രക്ഷ നേടുവാൻ കഴിയാതെ, മോക്ഷം പ്രാപിപ്പാൻ കഴിയാതെ, സ്വർഗത്തിൽ പ്രവേശിപ്പാൻ കഴിയാതെ, ആശ്വാസം കണ്ടെത്തുവാൻ കഴിയാതെ ഇരുന്നതായ ജനതയോട് പറയുകയാണ്, നിങ്ങൾ ഇത് ചെയ്തു മടുത്തത് മതി, ഈ ഭാരം ഇനി നിങ്ങൾ ചുമക്കണ്ട, എന്റെ അടുക്കലേക്ക് വരിക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ദൈവത്തിന് സ്തോത്രം. ഭാരം ചുമന്നതായ, ബേർഡൻ എടുത്തതായ ജനമാണ് ഇസ്രായേൽ ജാതി. അധ്വാനിക്കുന്നവരാരാണ്? ഇസ്രായേൽ ജാതി ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം എന്തെല്ലാമോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരെന്താണ് ചെയ്യുന്നത്? അദൃശ്യനായ ദൈവത്തെ തപ്പി നോക്കി കണ്ടുപിടിക്കുവാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ തപ്പി നോക്കി കണ്ടുപിടിക്കാൻ പരിശ്രമിച്ചിട്ട് ദൈവത്തെ കാണുവാൻ കഴിയുന്നില്ല. അവരിങ്ങനെ അധ്വാനിച്ചുകൊണ്ടിരിക്കുക, പിന്നെയും കാണാൻ ശ്രമിക്കുകയാണ്, തപ്പി നോക്കുകയാണ്. അദൃശ്യനായ ദൈവത്തെ തപ്പി നോക്കി കണ്ടുപിടിക്കാൻ വേണ്ടി അവർ അന്വേഷിക്കുകയാണ്. അന്വേഷിച്ച് വലയുന്നതായ ജാതീയ സമൂഹത്തോട് തമ്പുരാൻ പറയുകയാണ്, നിങ്ങളുടെ ഈ അധ്വാനം നിർത്തിയേര്, എന്റെ അടുക്കലേക്ക് വരിക. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ കാണണമെന്ന് ഫിലിപ്പോസ് പറഞ്ഞപ്പോൾ ആ കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. ക്രിസ്തുവിൽ കൂടെ നമുക്ക് നമ്മുടെ ദൈവത്തെ കണ്ടെത്തുവാനുള്ളതായ വലിയ ഭാഗ്യമുണ്ടായി. ലോകജാതികൾ ദൈവത്തെ കാണുവാൻ വേണ്ടി തപ്പി നടക്കുമ്പോൾ യേശു ക്രിസ്തുവിൽ കൂടെ നിത്യനായ ദൈവത്തെ കണ്ടെത്തുവാനുള്ളതായ ഭാഗ്യമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരാളുവരെ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഈ നുകം നമ്മുടെ കഴുത്തിൽ വെക്കുവാനുള്ളതായ ഭാഗ്യം നമ്മുടെ കർത്താവ് നമുക്ക് നൽകുവാനിടയായി. ഈ നുകം ഏൽക്കുവാനുള്ളതായ ഭാഗ്യം എൻ്റെ ജീവിതത്തിലുണ്ടായി. ഈ നുകം ചുമന്നത് എൻ്റെ ജീവിതത്തിൽ ഭാഗ്യമായി ഞാൻ കരുതുന്നു. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി എൻ്റെ ജീവിതത്തെ സമർപ്പിച്ചതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ലോകത്തിൽ ഒന്നും വിട്ടുവെന്ന് എനിക്ക് പറയുവാനില്ല. എനിക്കൊന്നും ഉണ്ടായിരുന്നില്ല, അത് വിട്ടെന്ന് പറയാൻ എനിക്കൊന്നുമില്ല. പലർക്കും അതൊക്കെ ഉണ്ട്, ഞാൻ ഇന്നത് വിട്ടു എന്ന് പറയാനുണ്ട്. എന്നാൽ എനിക്കൊന്നും പറയാനില്ല. ഞാൻ ഒരു സുവിശേഷകനല്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇന്ന് എങ്ങനെ ഇരുന്നേനെന്ന് എനിക്ക് അറിയുകയില്ല. എന്നാൽ ഞാൻ ക്രിസ്തുവിൻ്റെ ഈ വചനം എടുത്തത് കൊണ്ട്, അവന്റെ മുഖം എൻ്റെ തോളിൽ വെക്കുവാൻ എൻ്റെ കഴുത്തിനെ വെച്ചു കൊടുത്തത് കൊണ്ട് എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവം ഇതുവരെയും അനുഗ്രഹിപ്പാനിടയായി. പ്രൈസ് ദി ലോർഡ്. എൻ്റെ സഹപാഠികളിൽ വെച്ച്, എൻ്റെ സമപ്രായക്കാരിൽ വെച്ച് എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിപ്പാനിടയായി. ദൈവത്തിന് സ്തോത്രം. ഏറ്റവും വലിയ ഭാഗ്യത്തിന്റെ അവകാശിയായി തീരുവാൻ ദൈവം എനിക്ക് ഇടയാക്കിയ ദൈവത്തിന് സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, എൻ്റെ ദൈവം എന്നെ മുന്നമേ കണ്ടിരുന്നു എന്നുള്ളതാണ് എനിക്ക് ഓർക്കുവാനുള്ളതായ ഏറ്റവും വലിയ കാര്യം. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, എനിക്ക് ഓർഡിനേഷൻ കിട്ടിയത് എൻ്റെ 3-ാമത്തെ വയസ്സിലാണെന്ന്. ഇവിടെ പാസ്റ്റർ കെ എബ്രഹാമിൽ നിന്ന് ഓർഡിനേഷൻ കിട്ടിയവർ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇല്ലെന്നാണ് എൻ്റെ ചിന്ത. എന്നാൽ എൻ്റെ 3 വയസ്സുള്ളതായ സമയത്ത് എൻ്റെ മാതാപിതാക്കൾ എന്നെയും കൊണ്ട് ഇവിടെ ബംഗ്ലാവിൽ ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി കടന്നു വന്നതാണ്. അന്ന് ഉണ്ടായിരുന്നതായ ദൈവദാസന്മാർ, എനിക്കിന്ന് 56 വയസ്സുണ്ട്, 53 വർഷങ്ങൾ മുമ്പുള്ളതായ കാര്യമാണ് പറയുന്നത്. അന്നുണ്ടായിരുന്ന IPCയിലെ പ്രാരംഭകാല ദൈവദാസന്മാർ ഒരുമിച്ച് ഉച്ചയ്ക്ക് ഹെബ്രോൻ ബംഗ്ലാവിൽ വന്നിട്ട് ഈ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായ സമയം ഞാൻ എൻ്റെ അമ്മയുടെ അടുക്കൽ ഒരു കൊച്ചു കുഞ്ഞായിട്ട് നിൽക്കുകയാണ്. അന്ന് ഈ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് പാസ്റ്റർ കെ എബ്രഹാം, ഞാൻ സാറപ്പച്ചെന്ന് വിളിക്കുന്നതായ ആ വാത്സല്യ പിതാവ്, ഇങ്ങോട്ട് വന്ന് എന്നെ ആ അമ്മയുടെ അടുക്കൽ നിന്നും മാറ്റി ആ നടുവിലേക്ക് നിർത്തി. എന്നിട്ട് കൂടെ ഉള്ള ദൈവദാസന്മാർ പറഞ്ഞു, ഈ കുഞ്ഞ് സുവിശേഷ വേലയ്ക്ക് വേണ്ടിയുള്ള കുഞ്ഞാണ്, ഇവൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് ആ അനുഗ്രഹിക്കപ്പെട്ടതായ ദൈവദാസന്മാരുടെ കരങ്ങൾ എൻ്റെ ശിരസിന്മേൽ വെച്ച് എന്നെ അനുഗ്രഹിച്ചതാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഓർക്കും, ആ ദൈവദാസന്മാരുടെ അനുഗ്രഹം എൻ്റെ ശിരസിന്മേൽ നിന്നുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല ഈ നുകം ഞാൻ ചുമക്കേണ്ടി വരുമെന്ന്. എന്നാൽ ഈ നുകം ചുമക്കുവാൻ എൻ്റെ ദൈവം എന്നെ തിരഞ്ഞെടുത്തു. എനിക്കതിന് ഭാഗ്യം നൽകുവാനിടയായി. ഈ നുകത്തിന്റെ ഭാരം എനിക്കിന്നുവരെയും മനസ്സിലായിട്ടില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ നുകത്തിന്റെ മറുവശം ചുമക്കുന്നത് എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി ജീവൻ നൽകിയ കർത്താവായ യേശു ക്രിസ്തു ആയിരുന്നു. ആ ഭാഗ്യകരമായ അനുഭവത്തിന് എന്നെ യോഗ്യനാക്കി തീർത്ത ആ നല്ല കർത്താവിന് ഞാൻ ഒരിക്കൽ കൂടെ മഹത്വം കരയേറ്റുകയാണ്. എൻ്റെ സമയം ഇവിടെ അവസാനിക്കുന്നതിന് ഞാൻ ഇവിടെ എൻ്റെ വാക്കുകളെ ചുരുക്കുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ദൈവദാസന്മാരെ, യേശുവിൻ്റെ പിന്നാലെ നമ്മൾ അനുഗമിപ്പാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നുവെങ്കിൽ ഒരു കാര്യം പറയട്ടെ, ഞാൻ എന്നെ അറിയുന്നില്ല. രണ്ടാമതൊരു കാര്യം ചെയ്യട്ടെ, മരിക്കാൻ വേണ്ടി തയ്യാറായി അതിനുള്ള ക്രൂശും എടുത്തുകൊണ്ട് യാത്ര പുറപ്പെടാം. മൂന്നാമതായി നമ്മുടെ കഴുത്തിനെ
ആ നല്ല നുകത്തിൻ്റെ കീഴിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. അവൻ നുകം പണിയുന്നവനുമാണ്, നുകം ചുമക്കുന്നവനുമാണ്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ കഴുത്തിന് പറ്റിയതായ, എൻ്റെ കഴുത്തിന് കംഫർട്ടായിട്ടിരിക്കുന്നതായ ഒരു നുകമാണ് അവൻ എൻ്റെ കഴുത്തിൽ വെച്ചിരിക്കുന്നത്. ഇന്ന് വരെ എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. അതെൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി, എനിക്ക് കംഫർട്ടായിരിക്കത്തക്ക നിലവാരത്തിൽ ഒരുക്കിയതാണ്. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന ദൈവമക്കൾ, ദൈവദാസന്മാർ ഓർക്കുക, പ്രിയപ്പെട്ടവർ ഓർക്കുക, നിന്റെ നുകം നിനക്ക് കഴുത്തിന് വേദനയ്ക്കുള്ളതല്ല, നിനക്കത് കംഫർട്ടായിരിക്കും. ഏൽപ്പിച്ചു കൊടുക്കുക, ആ ഗുരുവിനോട് ചേർന്ന് പഠിക്കുക, ആ ഗുരുവിനോട് ചേർന്ന് നീ നുകം ചുമക്കുക. അത് നിനക്ക് ബുദ്ധിമുട്ടായി തീരുകയില്ല. നീ ക്രൂശ് എടുക്കുക, മരിക്കുവാൻ തയ്യാറാകുക. എന്നാൽ മരിക്കുവാൻ ദൈവം സമ്മതിക്കുകയില്ല. നീ കഷ്ടപ്പെടുവാൻ തയ്യാറാകുക, കഷ്ടപ്പെടാൻ ദൈവം അനുവദിക്കുകയില്ല. ദുരിതം അനുഭവിപ്പാൻ നീ ഏൽപ്പിച്ചു കൊടുക്കുക, അനുവദിക്കുകയില്ല. എൻ്റെ വാത്സല്യ സഹോദരൻ പ്രിയ ഐസക് പാസ്റ്റർ പറഞ്ഞപ്പോൾ പറയുകയുണ്ടായല്ലോ, മാവോയിസ്റ്റുകളുടെ നടുവിൽ ഈ വേഷത്തിൽ കടന്നു ചെല്ലുമ്പോൾ ആ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരാണെന്നുള്ള നിലയിൽ ഒരു പക്ഷെങ്കിൽ മാവോയിസ്റ്റുകൾ അവരെ ആക്രമിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ദൈവത്തിന്റെ വചനവുമായിട്ട് അവർ കടന്നു പോകുമ്പോൾ നിന്റെ രോമത്തിന് കേടുവരുത്തുവാൻ ദൈവം അനുവദിക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. കാരണം നിന്റെ മേലുള്ളത് സ്വർഗീയ ഗവൺമെന്റിന്റെ മുദ്രയാണ്. മരണത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പോയാൽ ഒരിക്കലും മരണം നിന്നെ തൊടുകയില്ല. അടികൊള്ളുവാൻ തയ്യാറായി കടന്നുപോയാൽ അടികൊള്ളുവാൻ ദൈവം അനുവദിക്കുകയില്ല. ഞങ്ങളുടെ ടീമിന്റെ പ്രവർത്തനം നടക്കുന്ന ഇടങ്ങളിൽ ഞാൻ പലപ്പോഴും ദൈവദാസന്മാരോട് പറയാറുണ്ട്, ഓരോ ദിവസവും പ്രവർത്തനത്തിനായിട്ട് കടന്നു പോകുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ന് വർഗീയ വിരോധികളുടെ കരങ്ങളിൽ നിന്ന് ഒരു പക്ഷെങ്കിൽ അടികൊള്ളാൻ സാധ്യതയുണ്ട്, ഉപദ്രവമേൽക്കാൻ സാധ്യതയുണ്ട്. ഇത് മുമ്പിൽ കണ്ടുകൊണ്ട് തന്നെ പൊക്കോ, അന്ന് രക്ഷപ്പെടുമെന്ന് ഞാൻ പറയും. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ കർത്താവ് ഞങ്ങളെ സഹായിപ്പാൻ ഇടയാകുന്നു. ഇന്നും ആ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ ദൈവം നടത്തിയ അതിശയമായ വഴികൾക്കായി ഞാൻ ദൈവത്തിന് നന്ദി കരയറ്റുന്നു. ഇപ്രകാരം ദൈവത്തിന്റെ സന്നിധാനത്തിൽ ദൈവത്തിന്റെ വചനം സംസാരിക്കാനുള്ളതായ അവസരം ഒരുക്കുന്നതായ ദൈവദാസന്മാരോട് നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. സന്തോഷമുള്ള ദൈവമക്കൾ കരങ്ങൾ അടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. കരങ്ങൾ തട്ടി ശക്തമായിട്ട് ദൈവത്തെ സ്തുതിച്ചാട്ടെ, വളരെ ശക്തമായിട്ട്. ഹല്ലേലൂയ. വളരെ അനുഗ്രഹിക്കപ്പെട്ട രാത്രിയിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. ചുരുങ്ങിയ സമയം കൊണ്ടാണെങ്കിലും വളരെ ശക്തമായ ആത്മീയ സന്ദേശങ്ങൾ, അനുഭവങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ ശാന്തമായി സംസാരിച്ചു. വചനം പറയുമ്പോൾ, അത് കേൾക്കുമ്പോൾ, അനുഭവത്തോട് ചേർന്ന് പറയുമ്പോൾ അത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു വലിയ അത്ഭുതമാക്കി ദൈവം മാറ്റിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. വളരെ പ്രത്യേകതയുള്ള യോഗമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കൺവെൻഷന് വരുന്ന നിലയിൽ, കൺവെൻഷന് വരുന്ന പ്രതീതിയിൽ നിങ്ങൾ ഈ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വരല്ലേ. നമ്മളെ സാധാരണ കൺവെൻഷന് വരുന്നത് ഒരു പ്രാസംഗികം പ്രസംഗിക്കുന്നു, നമ്മൾ കേൾക്കുന്നു, നമ്മൾ പ്രാർത്ഥിക്കുന്നു, നമ്മൾ മടങ്ങിപ്പോകുന്നു. എന്നാൽ ഉപവാസ പ്രാർത്ഥനയും കൺവെൻഷൻ തമ്മിലുള്ള വ്യത്യാസം, ഉപവാസ പ്രാർത്ഥന നമ്മൾ ദൈവത്തിൽ നിന്ന് കൂടുതലായി പ്രാപിക്കാൻ ഒരുങ്ങി വരികയാണ്. അത് പ്രസംഗിക്കുന്ന പാസ്റ്റർ മാത്രം പ്രസംഗിക്കുന്നു എന്ന് മാത്രമല്ല, നമ്മളോടത് ഏറ്റെടുത്ത് വിടുതലോടെ മടങ്ങിപ്പോവുകയാണ്. നമ്മളെല്ലാവരും ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവേ വലിയ ഉണർവായിക്കണമേ, 2014 വലിയ ഉണർവായിക്കണമേ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ഉണർവിന് അവസരങ്ങൾ ഒരുങ്ങി വരുമ്പോൾ നമ്മൾ ശാന്തരായിരുന്നാൽ, നമ്മൾ വായ അടച്ചിരുന്നാൽ, നമ്മൾ കൈ കൊട്ടാതിരുന്നാൽ, നമ്മൾ പ്രാർത്ഥിക്കാതിരുന്നാൽ ദൈവത്തിന് പ്രവർത്തിക്കാനൊക്കത്തില്ല. അവസരങ്ങൾ ലഭിക്കുമ്പോൾ നമ്മൾ അത് ഉപയോഗിക്കണം. പ്രസംഗിക്കുന്ന പാസ്റ്റർമാരിലൊന്നും ഉണർവില്ല. ബില്ലിഗ്രഹം ഒരിക്കൽ 56 കോട്ടയത്ത് വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന നേതാക്കന്മാരെല്ലാം വിളിച്ചിട്ട് പാർട്ടി നടത്തി. അതിൽ അദ്ദേഹം പറഞ്ഞത്, ഒരാളിനോട് പറഞ്ഞ് ഇങ്ങനെയാണ്. അദ്ദേഹം തൻ്റെ പെട്ടി തുറന്ന് കാണിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ ഉണർവ് ഈ പെട്ടിക്കകത്ത് കൊണ്ടുവന്നില്ല, ഇതിനകത്തൊരു ബൈബിളും ഒരു കർച്ചീഫും മാത്രമേ ഉള്ളൂ. ഉണർവ് നിങ്ങളുടെ നടുവിലാണ് ഇരിക്കുന്നത്. ഞാൻ നിൽക്കുമെങ്കിലും നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മാത്രമേ ദൈവത്തിന് പ്രവർത്തിക്കാനൊക്കത്തുള്ളൂ. വലിയ പ്രാസംഗികന്മാരെ പേര് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അവരിങ്ങോട്ട് ഉണർവ് ഇങ്ങോട്ട് കൊണ്ടു തരുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അവരെ ദൈവം ഉപയോഗിക്കും. പക്ഷേ നമ്മൾ അതിനെ നല്ലൊരു പാത്രമായി ഒരുങ്ങി വരണം. ഈ ഞായറാഴ്ച മുതൽ, ഇന്നലെ മുതൽ ആരംഭിച്ചതാ ഈ ഉപവാസ പ്രാർത്ഥന അടുത്ത ഞായറാഴ്ച ആകുമ്പോഴത്തേക്ക് കത്തി അങ്ങോട്ട് എരിഞ്ഞ് നിൽക്കുമ്പോൾ നമ്മുടെ കൺവെൻഷൻ തുടങ്ങാൻ പോകുകയാണ്. കൺവെൻഷൻ അങ്ങോട്ട് തുടങ്ങിക്കഴിയുമ്പോൾ ഇന്ന് വരെ ഉണ്ടാകാത്ത ഒരു വലിയ ആത്മപ്രവാഹം ഇവിടെ ദൈവം അയക്കാൻ പോകുന്ന വിശ്വസിക്കുന്ന ദൈവമക്കൾ കരങ്ങൾ അടിച്ച് ദൈവത്തെ നന്ദി പറഞ്ഞാട്ടെ, ശക്തമായ ദൈവത്തെ സ്തുതിച്ചാട്ടെ, വാ തുറന്ന് അന്യ ഭാഷയിൽ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇവിടെ എല്ലാ ദൈവമക്കളും, ഇവിടെ വലിപ്പ ചെറുപ്പമില്ല, പാസ്റ്റർമാരൊന്നും വിശ്വാസികളൊന്നുമില്ല, പാട്ട് പാടുന്നതും ഇല്ലാത്തവരൊന്നുമില്ല. അല്പസമയം കൈകളടിച്ച് എല്ലാവരും ദൈവത്തെ ഒന്ന് ആരാധിച്ചാട്ടെ, ശബ്ദം ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. റബലദല ഖംബല ബൗഡദ രക്ഷ സത്തല കലാദല റൗഡീദല രക്ഷ സമ്പല ദിലാദല റീബ റബല റൗഡി ജിലാദല ഖംബല ബൗഡരക്ഷ സത്തല ദിലാദല ഖംബല ബൗഡര. എല്ലാവരും വാദവും ദൈവത്തെ സ്തുതിച്ചോടെങ്കിട്ടെ. ശക്തമായ ആത്മപ്രഭാവം വ്യാപരിക്കട്ടെ. ആമേൻ, ആമേൻ. എല്ലാ ദൈവമക്കളും വാ തുറന്ന് ദൈവത്തെ സ്തുതിച്ചോടെങ്കിട്ടെ.
യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിങ്ങളെ ശ്രദ്ധിക്കുക. ഞാൻ 57 വർഷമായി ഈ ഗ്രൗണ്ടിൽ കൺവെൻഷൻ പങ്കെടുക്കുന്ന ഒരാളാണ്. ഞാൻ നിത്യവിശ്രമിക്കുന്ന ശ്രേഷ്ഠന്മാരായ ദിവദാസന്മാർ തീ പാറുന്ന പ്രസംഗങ്ങൾ ഈ സ്റ്റേജിൽ പ്രസംഗിച്ച് ഞാൻ കണ്ടിട്ടുണ്ട് കൊച്ചുപ്രായം മുതൽ. അക്ഷരാർത്ഥത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെട്ട് വന്നുകൊണ്ടിരുന്നൊരു ഗ്രൗണ്ടാണ് ഹെബ്രോൻ ഗ്രൗണ്ട്. 90 വർഷം നമ്മൾ തികയുകയാണ്. ഞാൻ ഈ ദിവസങ്ങളിലെല്ലാം പ്രാർത്ഥിക്കുന്ന കർത്താവേ, അന്ന് അപ്പച്ചന്മാരെ കാലത്ത് ഇറങ്ങി വന്ന അതേ നിലയിലുള്ള അല്ല അതിനേക്കാൾ അപ്പുറമായി അപ്പോസ്തല പ്രവൃത്തി വെളിപ്പെട്ട് വന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും ഈ നവതി കൺവെൻഷനിൽ ഈ ഗ്രൗണ്ടിൽ വെളിപ്പെട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവമക്കൾ കരങ്ങൾ അടിച്ച് ശക്തമായി ദൈവത്തെ ആസ്വദിച്ചോട്ടെ. നാഥൻ വളരെ ശക്തമായിട്ട്. ഇതൊരു പാഴ്വാക്കല്ല, ഇതൊരു ഭംഗിവാക്കല്ല. ഹൃദയത്തിന് അന്തരഭാഗത്തുനിന്ന് ആത്മാർത്ഥതയോടെ ഹല്ലേലൂയ, രക്തം ജയമെടുക്കട്ടെ, രക്തം ജയമെടുക്കട്ടെ. ഹല്ലേലൂയ. ഈ വർഷത്തെ നമ്മുടെ തീം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ. നവതി കൺവെൻഷനിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ, പരിശുദ്ധാത്മാവ് IPCയുടെ മേൽ, പരിശുദ്ധാത്മാവ് കേരളത്തിന് മേൽ, പരിശുദ്ധാത്മാവ് ഇന്ത്യയുടെ മേൽ വ്യാപരിക്കട്ടെ. രക്തം ജയമെടുക്കട്ടെ. അതുകൊണ്ട് ഇവിടെ പ്രാർത്ഥനകൾ തുടരുകയാണ്. നമ്മൾ അല്പം ഇവിടെ പാട്ട് പാടി ദൈവത്തെ ആരാധിക്കും. അത് കഴിഞ്ഞിട്ട് പ്രാർത്ഥിച്ച് ആസ്വാദം പറയും. ഇന്നലത്തെ പോലെ ഇവിടെ കൈകൾ കോർത്ത് പിടിച്ച മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള അവസരമാണ്. അതിൽ 30 മിനിറ്റ് സമയം കാണും. 8 മണി കഴിഞ്ഞതേ ഉള്ളൂ ഇപ്പോൾ സമയം. അത് കഴിഞ്ഞിട്ട് നാളെ രാവിലെ 5 മണിക്ക് ഇവിടെ വെച്ച് പ്രഭാത പ്രാർത്ഥന. ഈ ഗ്രൗണ്ടിൽ താമസിക്കുന്നവരെല്ലാം 5 മണിക്ക് ഗ്രൗണ്ടിൽ വരികയും ഒരുമിച്ച് ചേർന്ന് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. 8 മണിക്കും 10 മണിക്കും 2 മണിക്കും ഇവിടെ പൊതുയോഗങ്ങൾ ഉണ്ടായിരിക്കും. ശക്തന്മാരായ ദേവദാസന്മാർ വചനം സംസാരിക്കുന്നതായിരിക്കും. നിങ്ങൾ മാത്രമല്ല മറ്റുള്ളവരെ കൂടെ വിളിച്ചുകൊണ്ട് വരണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. കൺവെൻഷൻ ഇനി കിടക്കുന്നേ ഉള്ളല്ലോ, നേരത്തെ വരുന്ന മോശമാണല്ലോ എന്ന് വിചാരിച്ച് ആരും അങ്ങനെ ധരിക്കരുത്. നേരത്തെ വരുന്നത് അനുഗ്രഹമാണ് നിങ്ങൾക്ക്. നിങ്ങൾ മാത്രമല്ല മറ്റുള്ള ചിലരോട് ഞാൻ സംസാരിച്ച് പറഞ്ഞു ചൂടായി വരട്ടെ എന്നിട്ട് പോകാമെന്ന്. ഇത് ചൂടായി വരേണ്ട കാര്യമല്ല, നമ്മളെല്ലാം ചൂടായി ഇരിക്കുന്നവരാണ്. നേരത്തെ വന്ന് വിടുതലെടുക്കണം. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. 5:30 മണിക്ക് സൂക്ഷം 5:30 വൈകിട്ടത്തെ പൊതുയോഗം തുടങ്ങിയാൽ 8:30 വരെയാണ്. അത് കഴിഞ്ഞിട്ട് അരമണിക്കൂർ സമയം മധ്യസ്ഥ പ്രാർത്ഥന കഴിഞ്ഞ് 9 മണിക്ക് പിരിയുന്നു. അങ്ങനെയാണ് ഇവിടുത്തെ പ്രോഗ്രാം ക്രമീകരിച്ചിരിക്കുന്നത്. നാളെ മുതൽ നിങ്ങൾ മാത്രമല്ല മറ്റുള്ളവരെ കൂടെ വിളിച്ചുകൊണ്ട് വരണം. പക്ഷെ ഒരു കാര്യം കൂടെ, ദൈവികമല്ലാത്ത ഒറ്റ കുഞ്ഞുങ്ങളെ പോലും ഈ കോമണ്ടി വരില്ലെന്ന് പ്രത്യേകമായി പ്രാർത്ഥിച്ചോണം. മുൻവിധിയോടെ ആരും ഇതിനകത്തൊന്നിരിക്കാനിടയാകല്ലേ, മാർഗിടാനായിട്ട് ആരും ഇതിനകത്തിരിക്കാനിടയാകല്ലേ. ദൈവം തമ്പുരാൻ ഇതിനകത്ത് ഇറങ്ങി വരുമെന്ന് വിശ്വസിക്കുന്നവർ ദൈവമക്കൾ മാത്രം ഇന്ന് രാത്രികാലം അഭിഷേകത്തോടുകൂടെ നമ്മൾ ഒരുമിച്ച് ബലപ്പെടാൻ പോകുകയാണ്. ഞാൻ ആഗ്രഹിക്കുന്നത് കാണത്തക്ക അത്ഭുതങ്ങൾ ഇവിടെ ബലപ്പെടണം. അവിടെ എവിടെ നടക്കുന്നത് കേൾക്കാനല്ല, TV-യിൽ അവിടെ കാണുന്നു ഇവിടെ കാണുന്നു എന്ന് കേൾക്കാനല്ല, ഇവിടെ വെളിപ്പെട്ടു വരണം. മനോരമക്കാർ ഇവിടെ വന്ന് റിപ്പോർട്ട് ചെയ്യണം. ഈ ഗ്രൗണ്ടിൽ അത്ഭുതങ്ങൾ നടന്നത് മറ്റുള്ളവർ പുറത്തു അറിയത്തക്കോണമായി ദൈവം ഈ പന്തലിൽ അത്ഭുതം ചെയ്യുമെന്ന് എത്ര പേര് രാത്രികാലം വിശ്വസിക്കുന്നു? അവർ കരങ്ങൾ ഉയർത്തി ശക്തമായി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആരാധിക്കാൻ പറയുമ്പോൾ ഞാൻ ഇവിടുന്ന് ശ്രദ്ധിച്ചു, പലർക്കും ഭയങ്കര നാണംകാടോടാണ് നിൽക്കുന്നത്. സുഹൃത്തുക്കളെ, ഞാൻ കാര്യം പറയട്ടെ, മകരവിളക്കിന് സമയമാണല്ലോ. ഈ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 10, 15, 20 ദിവസം കഷ്ടപ്പെട്ട് ചെരുപ്പ് പോലും ഇടാതെ 18 മണിക്കൂർ ക്യൂ നിന്ന് ആമേൻ ദൈവത്തെ കാണാൻ ആളുകൾ ശ്രമിക്കുന്നു. അവർക്ക് ഉറക്കെ വിളിക്കാൻ ഒരു മടിയുമില്ല. നിന്നെ കഴിഞ്ഞ 2013 എല്ലാം തന്ന് നടത്തി, നിനക്ക് വേണ്ടതെല്ലാം തന്ന് നടത്തി, ഭക്ഷിപ്പാൻ ആഹാരം തന്ന്, ധരിക്കാൻ വസ്ത്രം തന്ന്, പാർക്കാൻ ഭവനം നൽകി, താമര മാനിച്ച ദൈവത്തിന് 3 സ്തോത്രം പറയാൻ നിനക്കെന്നാ മടി? മൂഢദൈവങ്ങളുടെ മുമ്പിൽ ജാതികൾ, കോടിക്കണക്കിന് ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ ചാക്കുകണക്കിന് പണമെറിഞ്ഞ് ആമേ ശരീരം മറന്നവരെ അവരുടെ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ജീവിക്കുന്ന ദൈവത്തെ ഇവിടെ പറഞ്ഞതുപോലെ ക്രൂശ് എടുത്തുകൊണ്ട് അനുഗമിക്കാൻ കൃപ ലഭിച്ച ദൈവത്തിന്റെ മക്കൾ ആമേൻ ആരാധിക്കാൻ വരുമ്പോൾ ഡീസന്റ് കാണിക്കല്ലേ. നിന്റെ ഡിഗ്രി എന്തോ ഉണ്ട്, നിന്റെ ഉടുപ്പ് എന്തോ ഉണ്ട്, നിന്റെ വണ്ടി എന്തോ ഉണ്ട്, നിന്റെ വീട് എന്തോ ഉണ്ട്, ശ്വാസം പോയാൽ തീരുന്നതാന്ന് ഓർത്തോണം.
കഴിഞ്ഞ ഞായറാഴ്ച രാവിലെ ആരാധിക്കുന്നത് ഒരിക്കലും സഹോദരിയ ഒറ്റ സെക്കൻഡിലൂടെ അടുത്ത് മരിച്ചു പോയത്. കുഞ്ഞെ, പുറത്തോട്ട് ഇവിടെ ശ്വാസം അകത്തോട്ട് വലിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിന്റെ പേര് ചാക്കോച്ചെന്നും അറിയാമെന്നും പറയത്തില്ല, ശവമെന്നേ പറയത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഡീസന്റ് ആയിട്ട് ഒന്നും ഇന്ന് രാത്രി പറയാനില്ല. ദൈവം തന്ന അല്ലാതെ ഒന്നുമില്ല. ദാവീദ് രാജാവ് യഹോവയായ ദൈവത്തിന്റെ പെട്ടകത്തിന് മുമ്പിൽ കുതിച്ചു ചാടി നൃത്തം ചെയ്യുന്നു. ദാവീദിന്റെ ഒരു വീക്ക്നെസ് എന്താണെന്നറിയാമോ? പെട്ടകം കണ്ടാൽ കാല് നിലത്ത് ഉറക്കത്തില്ല. മനസ്സിലായ സ്വത്വം പറഞ്ഞാട്ടെ, പെട്ടകം കണ്ടാൽ കാല് നിലത്ത് ഉറക്കത്തില്ല. കാരണം ഈ പെട്ടകമാണ് അവനെ ഉയർത്തിയത്. പെട്ടകമാണ് ഉയർത്തിയെന്ന അനുഭവമുള്ള ദൈവമക്കൾ ഇന്ന് രാത്രി കാല് നിലത്ത് ഉറക്കാനൊക്കത്തില്ല. അവന് കൈ അടിക്കാതിരിക്കത്തില്ല, അവൻ സ്തോത്രം പറയാതിരിക്കില്ല. അവനെല്ലാം മറന്ന് ദൈവത്തെ ആരാധിക്കും. ബൈബിൾ പറയുന്നു, ശരീരം കൊണ്ട് നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തണം. മീഖള നോക്കിയപ്പോൾ ഭയങ്കര നാണങ്ങൾ. രാജാവല്ലേ, രാജാവായാൽ ഇങ്ങനെ തുള്ളുന്നത് ശരിയാണോ? ചാടുന്നത് ശരിയാണോ? പെട്ടെന്ന് മുമ്പിൽ ചാടുന്നത് ശരിയാണോ? ദാവീദ് പറഞ്ഞു, കുഞ്ഞെ, നിന്റെ അപ്പനും നിന്റെ ആങ്ങളെയും നോക്കി നിൽക്കുമ്പോൾ, എന്റെ തടിമിണുക്കുള്ള 7 ചേട്ടന്മാർ നോക്കി നിൽക്കുമ്പോൾ, കാട്ടിൽ കിടന്ന് എന്നെ നാട്ടിൽ കൊണ്ടത് രാജാവാക്കിയ യഹോവയായ ദൈവത്തിന്റെ പെട്ടകത്തിന് മുമ്പിൽ അധികമായി ഞാൻ കുതിച്ചു ചാടി നൃത്തം ചെയ്യും. ഇന്ന് രാത്രി അധികമായി കുതിച്ചു ചാടണം. ദൈവസന്നിധി വരുമ്പോൾ കുതിച്ചു ചാടണം. നീ അഭിഷേകം പ്രാപിച്ച രാത്രിയിൽ ഏത് ശക്തി നീ ദൈവത്തെ ആരാധിച്ചോ അതേ നിലയിൽ നീ ദൈവത്തെ ആരാധിക്കണം. പാട്ട് പാടിയാലേ ഞാൻ ആരാധിക്കത്തുള്ളൂ, പാസ്റ്റർമാര് പറഞ്ഞാലേ ഞാൻ ആരാധിക്കത്തുള്ളൂ, പ്രൈസ് വർഷിപ്പുകാര് പറഞ്ഞാലേ ഞാൻ ആരാധിക്കത്തുള്ളൂ എന്ന് നീ ശഠിക്കരുത്. നിന്നിലേക്ക് ദൈവം പകരുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ വ്യാപാര ശക്തി ഇന്ന് രാത്രി അളവില്ലാതെ വ്യാപരിക്കട്ടെ. റോക്കല റംബല ബൗഡന റീബല റൗഡരക്ഷസേ ഓ റിബാ റബാ റബല റൗഡരക്ഷസലാദല റീബല റൗഡ റംബല ദിബാലദല റൗഡീദല രക്ഷസത്തൽ ഖലാദല റംബല ബൗഡന രക്ഷസലാദല. ഓ ഹല്ലേലൂയ. പാട്ട് പാടാൻ ആരാധിക്കാനൊക്കെ നോക്കിക്കേ, പാട്ട് പാടിയില്ലെങ്കിലും ആരാധിക്കാനൊക്കെ നോക്കിക്കേ. നിന്നിലേക്ക് ദൈവം പറഞ്ഞ അഭിഷേകത്തിന്റെ ശക്തി ഇന്ന് രാത്രിക്കാലം വ്യാപരിക്കുമ്പോൾ നോക്കിക്കേ. ഓറബലാദ കമ്പലബൗടെ ജാരബലക്ഷ സത്തലലാല കമ്പൽബൗടെ ജാരബലക്ഷ സത്തലലാല കമ്പൽബൗഡ. നിന്നിലേക്ക് പകർന്ന കൃപയനുസരിച്ച് നിനക്ക് ഇന്ന് രാത്രികാലം ദൈവത്തെ സ്തുതിക്കാം, നിനക്ക് എഴുന്നേക്കാം, നിനക്ക് കൈയടിക്കാം, സ്തോത്രം പറയാം, തുള്ളിച്ചാടാം, ദൈവത്തെ എല്ലാം മറന്ന് ദൈവത്തെ ആരാധിക്കാം. എല്ലാരും കൈയിലെത്തി ദൈവത്തെ സ്തുതിച്ചോളിക്കാട്ടെ. Ibalabauda, Kambalabauda, Eladala, Rexasare, Audabalada, Ibalabapa, Ibalabauda, Eladala, or Rexasara, or Papare, Rambalabauda, Eladala, or Papara, Rambalabauda, Rexasare, Eladala, Rama, Rauda, Eladala, Rexasara, Balachas. Hallelujah. Hallelujah. Ora, Hallelujah. Hallelujah. Ibalabauda, Kambalabauda, Eda Ramala, Rauda Jala, or Papara, or Rambalabauda, Eladala, or Rexasara, Rauda Balachas, Kambalabauda, Eladala, Kambalabauda. അവനെ അറിഞ്ഞിടുന്നു, അവൻ എന്നെ അറിഞ്ഞിടുന്നു, അവനിൽ കരുതിടുന്നു, ആവശ്യഭാരങ്ങൾ അറിഞ്ഞിടുമ്പോ അവൻ അന്തമായി എനിക്ക് അവൻ മാത്രമാ. ആവശ്യഭാരങ്ങൾ അറിഞ്ഞിടും
താങ്ങിടുമ്പോൾ അവനന്തമായി എനിക്കവൻ മാത്രമായി കുരിശെടുത്തൽ യേശുവിനെ അനുഗമിക്കും ഞാനന്ത്യം വരെ കുരിശെടുത്തൽ യേശുവിനെ അനുഗമിക്കും ഞാനന്ത്യം വരെ ഭാരങ്ങൾ നേരിടുമ്പോൾ കരങ്ങളെ താങ്ങിടുന്നു ഭാരങ്ങൾ നേരിടുമ്പോൾ കരങ്ങളെ താങ്ങിടുന്നു മരണത്തിൻ താഴ്വരെ അതിലുമെന്റെ മാധുര്യ നല്ല സരിത മരണത്തിൻ താഴ്വരെ അതിലുമെന്റെ മാധുര്യ നല്ല സരിത കുരിശെടുത്തൽ യേശുവിനെ അനുഗമിക്കും ഞാനന്ത്യം വരെ ഓ കുരിശെടുത്തൽ യേശുവിനെ അനുഗമിക്കും ഞാനന്ത്യം വരെ മാറിടും മനുജരെല്ലാം മറന്നിടും സ്നേഹിതരും ഓ മാറിടും മനുജരെല്ലാം മറന്നിടും സ്നേഹിതരും മാറ്റമില്ലാത്തവരിൽ നാലുവേ മഹിമയിൽ വാഴുന്നു ഇന്നും മാറ്റമില്ലാത്തവനിൽ നാലുവേ മഹിമയിൽ വാഴുന്നു ഇന്നും കുരിശെടുത്തൽ യേശുവിനെ അനുഗമിക്കും ഞാനന്ത്യം വരെ കുരിശെടുത്തൽ യേശുവിനെ അനുഗമിക്കും ഞാനന്ത്യം വരെ തീരണം പാരിലെന്നാ തിരുപാദ സേവയതാ തീരണം പാരിലെന്നാ തിരുപാദ സേവയതാ ചേരും ഞാനോടുവില്ല പ്രിയനരികിൽ അരുമയോടവൻ എന്നെ മാറോടണയ്ക്കും ചേരും ഞാനോടുവില്ല പ്രിയനരികിൽ അരുമയോടവൻ എന്നെ മാറോടണയ്ക്കും കുരിശെടുത്തൽ യേശുവിനെ അനുഗമിക്കും ഞാനന്ത്യം വരെ കുരിശെടുത്തൽ യേശുവിനെ അനുഗമിക്കും ഞാനന്ത്യം വരെ അവൻ എന്നെ അറിഞ്ഞിടുന്നു അവനിൽ കരുതിടുന്നു ഓ അവൻ എന്നെ അറിഞ്ഞിടുന്നു അവനിൽ കരുതിടുന്നു ആവശ്യഭാരങ്ങൾ അറിഞ്ഞിടുമ്പോ അവലംബമായി എനിക്കവൻ മാത്രമായി ആവശ്യഭാരങ്ങൾ അറിഞ്ഞിടുമ്പോ അവലംബമായി എനിക്കവൻ മാത്രമായി കുരിശെടുത്തൽ യേശുവിനെ അനുഗമിക്കും ഞാനന്ത്യം വരെ കുരിശെടുത്തൽ യേശുവിനെ അനുഗമിക്കും ഞാനന്ത്യം വരെ ഭാരങ്ങൾ നേരിടുമ്പോ കരങ്ങളെ താങ്ങിടുന്നു ഭാരങ്ങൾ നേരിടുമ്പോ കരങ്ങളെ താങ്ങിടുന്നു മരണത്തിൻ താഴ്വരെ അതിലുമെന്നെ പിരിയാത്ത മാധുര്യ നല്ല സഹിത മരണത്തിൻ താഴ്വരെ അതിലുമെന്നെ മാധുര്യ നല്ല സഹിത കുരിശെടുത്തൽ യേശുവിനെ അനുഗമിക്കും ഞാനന്ത്യം വരെ കുരിശെടുത്തൽ യേശുവിനെ അനുഗമിക്കും ഞാനന്ത്യം വരെ മാറിടും മനുജരെല്ലാം മറന്നിടും സ്നേഹിതരും മാറിടും മനുജരെല്ലാം മറന്നിടും സ്നേഹിതരും മാറ്റമില്ലാത്തവനിൽ ഞാനുവേ മഹിമയിൽ വാഴുന്നു ഇന്നും മാറ്റമില്ലാത്തവനിൽ ഞാനുവേ മഹിമയിൽ വാഴുന്നു ഇന്നും കുരിശെടുത്തൽ യേശുവിനെ അനുഗമിക്കും ഞാനന്ത്യം വരെ കുരിശെടുത്തൽ യേശുവിനെ അനുഗമിക്കും ഞാനന്ത്യം വരെ തീരണം പാരിലെന്നാ തിരുപാദ സേവയതാ തീരണം പാരിലെന്നാ
പാദസേവയതാ ചേരും ഞാനോടുവിലൻ പ്രിയനരികിൽ അരുമയോടവൻ എന്നെ മാർവോടണയ്ക്കും ചേരും ഞാനോടുവിലൻ പ്രിയനരികിൽ അരുമയോടവൻ എന്നെ മാർവോടണയ്ക്കും കുരിശെടുത്തൻ യേശുവിനെ അനുഗമിക്കും ഞാൻ അന്ത്യം വരെ 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 കുരിശെടുത്ത് യേശുവിനെ അനുഗമിക്കും ഞാൻ അന്ത്യം വരെ കുരിശെടുത്ത് യേശുവിനെ കലരാക്ഷ സാരജലേ ശുരരജസേ
Oh, hallelujah. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം ഈ പന്തലിലുണ്ട്. എത്ര പേർക്കത് മനസ്സിലാകുമെന്ന് എനിക്കറിയത്തില്ല. ഇന്ന് രാത്രി ആത്മാവിൽ അറിയുന്നത് ഈ മക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. ആരാധനപ്പോൾ ഞാൻ കണ്ടൊരു കാഴ്ച, വലിയ മേഘം നമ്മുടെ നടുവിലേക്ക് ദൈവം അയച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ചിലരെ ഇന്ന് രാത്രി പരിശുദ്ധമായി തൊട്ട് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഇന്ന് വരെ അനുഭവിക്കാത്ത നിലയിൽ ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾ ജീവിതത്തെ ദൈവം അയക്കാൻ പോകുകയാണ്. രാത്രി പരിശുദ്ധമായി പറയുന്നു, പണ്ട് നിങ്ങൾ അഭിഷേകം പ്രാപിച്ച നാളിൽ എങ്ങനെ പ്രാപിച്ചോ, ഏത് നിലയിൽ അന്യഭാഷ ദൈവത്തെ ആരാധിച്ചോ, അതേ നിലയിൽ പ്രായം മറന്ന് ആരാധിക്കത്തക്കവണ്ണം ഇന്ന് രാത്രി നിന്റെ ശരീരത്തിലൊക്കെ ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ ശക്തി ദൈവം അയച്ചുകൊണ്ടിരിക്കുന്നുവെന്ന് ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കൾ കരങ്ങൾ അടിച്ച് ദൈവത്തിന് ഇന്ന് രാത്രി ശക്തമായി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഓ Rikala Namala Rodi Dala Rakshasi Ramala Bauda Jala Dala Rakshasala Dala Rikala Rama Raudama Rakshasi. ഇന്നു രാത്രിയിൽ രോഗശാന്തിയുടെ ശക്തി ഇവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടറെ കണ്ട് മരുന്ന് കഴിച്ചിട്ടും മാറി മാറി സ്കാൻ ചെയ്തിട്ടും ഓപ്പറേഷൻ ചെയ്തിട്ടും അവൻ വിടുതലില്ലാതെ ഡോക്ടർമാർ തള്ളിയെന്ന് കരുതുന്ന വിഷയത്തിന് പോലും ഇവിടെ മാത്രമല്ല എവിടെയായിരുന്നാലും ഇന്നു രാത്രി ഈ ആരാധന നടുവിൽ ദൈവത്തിന്റെ ശക്തി അയച്ച് ദൈവ സൗഖ്യമാക്കുന്നുവെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ കരങ്ങൾ അടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. രോഗശാന്തിയുടെ വ്യാപാരം ഇന്നു രാത്രി പന്തലിൽ വ്യാപരിക്കട്ടെ. Mighty name of Jesus. തലമുറയോർത്ത് ഭാരപ്പെടുന്ന ചിലർ ഇതിനകത്തിരിപ്പുണ്ട്. തലമുറയോർത്ത് നീ 1000 പ്രാവശ്യം പറഞ്ഞിട്ട് നടക്കാത്ത കാര്യം ഇന്ന് രാത്രി നീ വിശ്വസിച്ചാൽ നീ പറയാതെ തന്നെ ആ തലമുറയുടെ ഉള്ളിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുത്താൻ തലമുറ തന്ന ദൈവമാണെങ്കിൽ ആ തലമുറ മാനിപ്പ ശക്തനായ ദൈവമാണെന്ന് ഇന്ന് രാത്രി ഉറയ്ക്കുന്ന ദൈവമക്കൾ കരങ്ങൾ തട്ടി ശക്തമായ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ, ശക്തമായ ദൈവത്തെ സ്തുതിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ ജയം. എന്റെ സഭയിൽ ദൈവം ഉണർവഹിക്കാൻ പോകുന്നു. എന്റെ കുടുംബത്തിന്റെ അകത്ത് ദൈവം ഉണർവഹിക്കാൻ പോകുന്നു. എന്നിൽ ദൈവം ഉണർവഹിക്കാൻ പോകുന്നു. എന്റെ പ്രസ്ഥാനത്തിന്റെ അകത്ത് ദൈവം ഉണർവഹിക്കാൻ പോകുന്നു. വിശ്വസിക്കുന്ന ദൈവമക്കൾ കരങ്ങൾ തട്ടി ശക്തമായ ദൈവത്തെ സ്തോത്രം ചെയ്താട്ടെ.
ഇന്ന് രാത്രി ദൈവ പ്രവൃത്തി ദൈവം വെളിപ്പെടുത്താൻ പോവുകയാണ്. വിമല കമ്പല ബൗഡരക്ഷ സലാദല കമ്പല ബൗഡരക്ഷ. പ്രാർത്ഥിച്ച് യോഗം ഇപ്പോൾ അവസാനിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആശീർവാദം പറഞ്ഞ ശേഷം തുടർന്ന് മധ്യസ്ഥപ്പെടുത്തി തുടരുകയാണ്. 9 മണി വരെയുള്ള സമയം, 30 മിനിറ്റ് സമയം. അത്യാവശ്യം പോകേണ്ടത് പ്രിയപ്പെട്ടവർ ഇവിടുത്തെ നിന്ന് ഒരുമിച്ചാണ് വീണ്ടും പ്രാർത്ഥിക്കാനുള്ള അവസരം എടുക്കുകയാണ്. ഇപ്പോൾ പാസ്റ്റർ കെ സി തോമസ് പ്രാർത്ഥിക്കുകയും പാസ്റ്റർ സി വി ജോൺ ആസ്വാദം പറഞ്ഞ് ഈ രാത്രിയിലത്തെ യോഗം അവസാനിപ്പിക്കുന്നു. ഇന്ന് രാത്രിയിലും ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിച്ചുകൊണ്ടിരുന്ന ദൈവത്തിന്റെ കൃപയെ ഓർത്തുകൊണ്ട് വീണ്ടും നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്വർഗ്ഗപിതാവായ ദൈവമേ, ഞങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോടെ അങ്ങയുടെ പരിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യുന്ന ഈ ദിവസത്തിന് രാവിലെ മുതൽ ഇതുവരെ അങ്ങയുടെ സന്നിധാനത്തിലായിരിക്കാൻ, അങ്ങയുടെ കൃപയെ അനുഭവിപ്പാൻ, അങ്ങയുടെ അനുഗ്രഹങ്ങൾ അനുഭവിപ്പാൻ, അങ്ങയുടെ ശബ്ദം കേൾക്കുവാൻ ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരുന്ന അവിടുത്തെ വലിയ കൃപയ്ക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ഉപവാസ പ്രാർത്ഥനയുടെ ഈ 2ാമത്തെ ദിവസത്തിലും ദൈവത്തിന് മഹത്വം കാണുവാൻ ഞങ്ങൾക്കിടയാക്കിക്കൊണ്ടിരുന്ന ഓർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഇന്ന് വൈകുന്നേരം നടന്ന ഈ യോഗത്തിലും കർത്താവിനെ ശ്രേഷ്ഠദാസന്മാരെ അവിടുത്തെ ശക്തമായ നിലയിൽ ഞങ്ങളുടെ നടുവിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അവിടുത്തെ വലിയ കൃപയെ ഓർത്തുകൊണ്ട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളെ കേൾപ്പിച്ച നല്ല ദൂതുകൾക്കായി, നല്ല വചനങ്ങൾക്കായി ഞങ്ങളങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. വിശ്വാസത്തോടെ ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ സംഭവിക്കുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളോട് സംസാരിച്ചല്ലോ. വിശ്വാസത്തോടെ ഞങ്ങൾക്ക് പ്രഖ്യാപിക്കുവാൻ കർത്താവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ വിശ്വാസത്തോടെ ഈ ദേശത്തെ അവകാശപ്പെടുവാൻ ഞങ്ങളെ അവിടെ സഹായിക്കുന്ന ഓർത്ത് സ്തോത്രം. ഈ രാജ്യത്തെ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അവകാശപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. ഈ രാജ്യം കർത്താവിനെ കണ്ടുമുട്ടുവാൻ, ഈ രാജ്യത്ത് വലിയൊരു ആത്മീയ ഉണർവുണ്ടാകുവാൻ ദൈവം സഹായിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയിൽ ശക്തിപ്പെട്ടുകൊണ്ട് മുമ്പോട്ട് പോകുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. കർത്തൃദാസന്മാരുടെ ജീവിത അനുഭവങ്ങളിൽ കൂടെ ദൈവം ഞങ്ങളോട് ഇടപെട്ടതിനാൽ ഞങ്ങളങ്ങേക്ക് സ്തോത്രം ചെയ്ത് കർത്താവേ, ഞങ്ങളുടെ കർത്താവിനെ എങ്ങനെ അനുഗമിക്കണമെന്ന് ഒടുവിലായി ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളോട് കൃത്യമായി ഇടപെട്ടുകൊണ്ടിരുന്ന ആ വലിയ കൃപയ്ക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ തന്നെ തള്ളിപ്പറഞ്ഞുകൊണ്ട് മരിക്കുവാൻ വേണ്ടി കുരിശ് ചുമക്കുവാൻ തയ്യാറായിക്കൊണ്ട് കർത്താവിനെ മുഖം ഏറ്റെടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുവാൻ ഞങ്ങളെല്ലാവരോടും സഹായിക്കണമേ എന്ന് ഞങ്ങളെങ്ങോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രികാലം സമൃദ്ധിയായി ഞങ്ങളെ അനുഗ്രഹിച്ചതിനാൽ സ്തോത്ര. ആത്മാവിനെ ആരാധിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തന്നതിനാൽ സ്തോത്ര. പരിശുദ്ധ ആത്മാവിന്റെ അഭിഷേകത്തിൻ്റെ വലിയ കവിഞ്ഞൊഴുക്ക് ഇന്ന് രാത്രി ഞങ്ങൾക്ക് തന്നതിനാൽ നന്ദിയോടെ ഞങ്ങളെങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് നടക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥനയെ ദൈവം അനുഗ്രഹിക്കണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. നാളെ അടുത്ത ദിവസങ്ങളൊക്കെയും പകരം രാത്രിയിലൂടെ നടക്കുന്ന ഉപവാസ പ്രാർത്ഥനയെ ദൈവം അനുഗ്രഹിക്കണമേ. ജനങ്ങൾ കടന്നു വന്ന് വിടുതൽ പ്രാപിക്കുവാൻ, അനുഗ്രഹിക്കപ്പെടുവാൻ, ദൈവനാമം മഹിമപ്പെടുവാൻ ഇടയാക്കണമേ. സകല മഹത്വവും ഞങ്ങളുടെ ദൈവത്തിന് ഞങ്ങൾ അർപ്പിക്കുന്നു. യേശുവിന്റെ വിലയേറിയ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിച്ച ദയോടെ കേൾക്കണമേ. കർത്താവ് രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നമ്മോടും പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളോടും ഭൂലോകമുള്ള സകല വിശുദ്ധന്മാരോടും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതായ ഉപവാസ പ്രാർത്ഥനകളോടും പുഴന്നേക്ക് കർത്താവിന്റെ മടങ്ങി വരവ് വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ.